വീട്ടിലിരുന്ന് കരയാൻ എനിക്ക് വിഷമം, വൈഫും കുട്ടികളും കാണിയില്ല. അപ്പം ഞാൻ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ ലോഡ്ജിനകത്ത് റൂമിൽ വന്നിട്ട് പൊട്ടിക്കരയും. കരയാനേ നിവൃത്തിയുള്ളൂ. കാരണം എൻ്റെ ഒരു കഴിഞ്ഞ 10-12 വർഷത്തെ അധ്വാനം മുഴുവൻ തീർന്നല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. സ്ഥലങ്ങൾ, ലോറികൾ, കാറ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടൊരു ജംഗ്ഷനാണ്. ഞാനത് അന്ന് കൊടുത്തത് മുഴുവൻ എൻ്റെ കടപ്പുറത്തുള്ള സുഹൃത്തുക്കൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിൽ ഏത് കടപ്പുറത്തിനായിട്ടും മാത്യുവിനാണ്, ഫ്രഷ് ഷോവിൻ്റെ മാത്യുവിനാ, ചരക്കുവാണ്, ഒരു മനുഷ്യനപ്പോൾ പൈസ വരും ചോദിക്കണം. അത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഞാൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുത്തി ഞാൻ ചെയ്ത ചില പ്രവർത്തികളിൽ നിന്നാണ്. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ, അതൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. നിങ്ങളുടെ പൈസ ഇല്ലായിരുന്ന കാലത്ത് നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്ന ബന്ധുക്കൾ ഇപ്പോൾ അവരുടെ കല്യാണത്തിന് ആദ്യം നിങ്ങൾ വിളിക്കുമെന്ന്. നാളെ നിങ്ങൾ ഇല്ലാത്തവരായി മാറിയാൽ അവർ പഴയ പോലെയാവും. അതുകൊണ്ട് നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ സാമ്പത്തികമുള്ളവനായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് വിലയും നിലയും ഉണ്ടാകും. നമ്മൾ പറയും പണമല്ല വലുത് മറ്റാണ്, ഇതൊക്കെ വെറുതെ പറഞ്ഞതെന്ന്. പണത്തിന് പണത്തിൻ്റെതായ എല്ലാ വിലയുമുണ്ട്, നിലയുമുണ്ട്, ഒരു സംശയമില്ല. നിങ്ങൾ ഈ ജീവിതത്തിൻ്റെ ഇരുള് പിടിച്ച വളവിലൂടെ നടന്നു പോയിക്കോളൂ. ഏതെങ്കിലും ഒരു വളവിൽ നിങ്ങൾക്കായി ഒരു മെഴുകുതിരി വെട്ടം കാത്തിരിപ്പുണ്ടാവും. നമ്മൾ കുറേ വളവ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നു പോകും. പക്ഷെ ചിലർ അതിനും നമ്മളെയും കടന്ന് പിന്നെയും പോകും. അപ്പൊ അവനൊരു മെഴുകുതിരി വട്ടത്തിൽ എത്തും. അപ്പൊ ഈ ഇരുന്നവൻ എന്ത് പറയുന്നത്, അത് അവന്റെ ഭാഗ്യം എന്ന് പറയും. ഭാഗ്യം നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കട്ടിലേ വന്നിരിക്കുന്ന സാധനമല്ല. നമ്മളൊരു സാധനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വഴിയിൽ കിട്ടുന്ന നമ്മുടെ പോസിറ്റീവ് പോയിന്റുകളെയാണ് കണ്ടു നിൽക്കുന്നവൻ ഭാഗ്യം എന്ന് പറയുന്നത്. ഹായ്, മാസ്റ്റർ മൈൻഡ് ലെഗസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സഹല പർവീൻ. ഇന്ന് എനിക്കുള്ളത് എനിക്കൊരു എന്താ പറയുക, ഇഷ്ടപ്പെട്ടൊരു ഗസ്റ്റാണ്. കാരണം നമ്മൾ ഒരു ഒരുപാട് ഇൻട്രോ ഒന്നും ഇതിന് ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും മീൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയും അയ്യോ മീൻ മണക്കും, അല്ലെങ്കിൽ മീൻ ഒരു കവറിൽ പിടിച്ചൊന്ന് കൊണ്ടുപോകും മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മീൻ പിടിച്ച് കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ഭയങ്കര വിഷമത്തിൽ ആലോചിച്ചെന്നൊരു മൈൻഡ് സെറ്റിൽ നിന്ന് കേരളത്തിലെ മൊത്തം ഒരു മീൻ എന്ന് പറയുമ്പോൾ അതായത് ഫ്രഷ് ടു ഹോമിൻ്റെ ഓണറായ മാത്യു സാറാണ് നമ്മളൊപ്പം ഉള്ളത്. എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടം തോന്നിയൊരു കാര്യം, നമ്മൾ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് മീൻ എന്ന് പറയുമ്പോൾ മീൻ കറി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എന്നാൽ പോലും അത് കുക്ക് ചെയ്യുക, അത് എടുക്കുക എന്നൊക്കെ പറയുന്ന സാധനം ഫ്രഷ് ടു ഹോം, ഫ്രഷ് എന്നുള്ള പേര് അതിൻ്റെ മുന്നിൽ കൊടുന്നപ്പോൾ തന്നെ അതിനെ വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യാനും വളരെ നീറ്റാണ്, ക്ലീനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത മാത്യു സാറിന് ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, മാത്യുജീനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഇപ്പോൾ ഒരു വളരെ സക്സസ്ഫുൾ മാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ മാത്യുജിയുടെ ടോക്സിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഫെയിലിയറിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് സിറ്റുവേഷനിൽ എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റോറി നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിൽ, സക്സസ് ആണോ പിടിച്ചു നിർത്തിയത്, അതോ ഫെയിലിയർ ആണോ മുന്നോട്ട് പോകണം എന്നൊരു എനർജി തന്നത്? മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ്. എൻ്റെ മുന്നിലുള്ള എൻ്റെ പുറകോട്ടുള്ള തലമുറ മുഴുവൻ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അതെങ്ങനെയാണ് സാധാരണക്കാരൻ ജീവിക്കണമെന്നറിയോ? എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഒരു മാസം അവിടെ പൈസ കൊടുക്കണോ, ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിനെ എടുത്ത് നോക്കിയോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇവനെ ഏതെങ്കിലും ഒരു തലമുറ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ളവിടെ നിന്നാണ് പിന്നെ ആ കുടുംബത്തിൻ്റെ ചരിത്രവും അതിൻ്റെ സാധനവും മാറിപ്പോവും. ഒരുപക്ഷെ അവരുടെ മക്കളുടെ ജീവിത രീതി പോലും മാറിപ്പോവും. ഇതുവരെ എൻ്റെ പിന്നിലുള്ള തലമുറ നടന്നു വന്ന വഴി ആയിരിക്കില്ല ഇനി എൻ്റെ മക്കൾ നടക്കുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ ആരെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വെച്ച് നമ്മളിതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പോവാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം നമുക്ക് ഇവനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെപ്പോലെ ആകരുത് ജീവിക്കേണ്ടത് എന്നൊരു ബ്രേക്ക് ചെയ്യാൻ ഞങ്ങളെടുത്തൊരു തീരുമാനത്തിൽ നിന്നാണ്
ഈ പറയുന്ന റിസ്കുകളെല്ലാം നമ്മൾ എടുക്കാൻ തയ്യാറായത്. ഏത് പ്രായത്തിലാണ് ആ ഒരു? ഞാൻ ഏകദേശം ഒരു 30 വയസ്സിന് മുമ്പ് തന്നെ ഏകദേശം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയായിരുന്നു. ഓക്കെ. അത് സീറ്റ് ഹോം? അത് സീറ്റ് ഹോം. അതിനു മുമ്പ് തന്നെ സീറ്റ് ഹോം അല്ല, അതിനു മുമ്പ് ഞാൻ ചെയ്തത് ആദ്യമേ ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക്, ഞാനൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ മാനേജർ ഓപ്പറേഷൻസ് എന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അന്നൊക്കെ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, പബ്ലിക് ഇഷ്യൂ ഒക്കെ ചെയ്ത വലിയ കമ്പനിയുടെ മാനേജർ ഓപ്പറേഷൻസ് എന്ന പോസ്റ്റിലായിരിക്കണം. കംഫർട്ട് സോണാണ് ഞാൻ. അത് മാത്രമല്ല, കമ്പനിയുടെ MDയും അവിടെയുള്ളവരും എനിക്ക് തരുന്നൊരു സ്വാതന്ത്ര്യം കൂടിയുണ്ട്. എൻ്റെ സ്വന്തം കമ്പനി പോലെ ഞാനത് കൊണ്ടു നടക്കണം. അപ്പോൾ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാം, എനിക്ക് എല്ലാ സ്വാതന്ത്ര്യമുള്ള കമ്പനി, സാമ്പത്തികം എല്ലാ മാസവും കൃത്യമായ ശമ്പളം വരുന്നുണ്ട്, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അങ്ങനെ പോയാൽ മതിയോ അതോ ഇതിനെ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യണമെന്ന് ബ്രേക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ബിസിനസ്സുകാരനാകണമെന്ന മോഹം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമായിട്ട് ബിസിനസ് ആകണം. അതൊക്കെ ആ ചെറുപ്രായത്തിൽ ഉണ്ടാകാൻ അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തായാലും ബിസിനസ്സുകാരനാകാൻ തീരുമാനിച്ചു. വൈഫും കൂടി എൻ്റെ സപ്പോർട്ട് തന്നപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം, അതിൽ വരുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും സഹിക്കാൻ തയ്യാറായിട്ടാണല്ലോ അവളത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കും ധൈര്യമായി. അപ്പോൾ നമ്മൾ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ്സിലേക്ക് ഈ പറഞ്ഞ കംഫർട്ട് സോണൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ സ്വന്തം ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഓക്കെ. ഏറ്റവും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു പെയിൻഫുൾ സിറ്റുവേഷൻ, അത് ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ് ആയി തോന്നുന്നുണ്ട്? അത് ഞാൻ ഈ ഫ്രഷ് എക്സ്പോർട്ട് ചെയ്തായിരുന്നു. ഫ്രഷ് എക്സ്പോർട്ട് ചെയ്ത് 2008 ആയപ്പോഴാണ് നമ്മുടെ ഒരു സാമ്പത്തിക ക്രൈസിസ് ലോകത്ത് മുഴുവൻ ഉണ്ടായത്. എന്നെ ബാധിച്ചത് 2010-12 ആയപ്പോഴും. 10 മുതൽ അങ്ങോട്ട് ഞാനും ഭയങ്കര പ്രശ്നത്തിലായി. അപ്പോൾ ഈ 2010 വരെയുള്ള സമയത്ത് ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറേ മുതലുകളുണ്ടായിരുന്നു. സ്ഥലങ്ങൾ, ലോറികൾ, കാറ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടൊരു ജംഗ്ഷനാണത്. ഞാൻ ഇത്രയും നാൾ ഞാൻ എന്തിനാണോ കഷ്ടപ്പെട്ട് നേടിയത് അത് മുഴുവൻ തീർന്നവിടെ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 10-12 വർഷത്തെ ജീവിതം മുഴുവൻ വെറുതെ ആയല്ലോ എന്ന് വിഷമിച്ചൊരു ജംഗ്ഷനായിരുന്നു അത്. അവിടെ നിന്നാണ് ഞാൻ സീറ്റ് ഹോമിലേക്കും പിന്നെ ഫ്രഷ് ഹോമിലേക്കൊക്കെ വരുന്നത്. ആ ജംഗ്ഷൻ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഞാൻ എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുള്ള സമയങ്ങളാണ്. വീട്ടിലിരുന്ന് കരയാൻ എനിക്ക് വിഷമം, വൈഫും കുട്ടികളും കാണിയില്ലേ. അപ്പോൾ ഞാൻ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരം വിഴിഞ്ഞൊക്കെ പോകുമ്പോൾ, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ലോഡ്ജിലായിരിക്കും റൂമാണ്, ആ ലോഡ്ജിനകത്ത് റൂമിൽ വന്നിട്ട് പൊട്ടിക്കരയും. കരയാനേ നിവൃത്തിയുള്ളൂ. കാരണം എൻ്റെ ഒരു കഴിഞ്ഞ 10-12 വർഷത്തെ അധ്വാനം മുഴുവൻ, നേടിയത് മുഴുവൻ തീർന്നല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. സഹല ചേർത്തല അറിയുമല്ലോ അല്ലേ, ചേർത്തലക്കാരിയല്ലേ? സഹല ഇഞ്ഞ് ചേർത്തലയ്ക്ക് പോകുമ്പോൾ അരൂരിന്ന് എരമല്ലൂർ ജംഗ്ഷൻ വരെ ആയിരിക്കും പോകണം. എരമല്ലൂർ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡ് മീൻസ് അങ്ങോട്ട് പോകും, അതായത് കിഴക്കേ സൈഡിൽ എൻ്റെ ഒരു സ്ഥലം ഉണ്ടാവും മെയിൻ റോഡിൽ. അതൊക്കെ ഞാൻ ഈ 10 വർഷത്തിൽ വാങ്ങിയതായിരുന്നു. അതൊക്കെ ആ സമയത്ത് എനിക്ക് വിൽക്കേണ്ടി വന്നു. ഇപ്പോഴും അവരുടെ മുന്നാധാരം എടുത്ത് നോക്കി എൻ്റെ ആധാരം. അന്നൊക്കെ എനിക്ക് ആ വഴിയെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയല്ലോ എന്ന്. ഞാൻ തന്നെ വാങ്ങിയതാണ്. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി, ഞാനത് അന്ന് കൊടുത്തത് മുഴുവൻ എൻ്റെ കടപ്പുറത്തുള്ള സുഹൃത്തുക്കൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് റോ മെറ്റീരിയൽ തന്നവർക്ക് ക്രെഡിബിലിറ്റി. ഇന്നെനിക്ക് മനസ്സിലായി, അത് ഞാനന്ന് കൊടുത്തത് കൊണ്ട് ആ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. ഇന്ന് നിങ്ങൾ കേരളത്തിൽ ഏത് കടപ്പുറത്തിനായിട്ടും മാത്യുവിനാണ്, ഫ്രഷ് ഹോമിൻ്റെ മാത്യുവിനാണ് ചരക്ക് വേണമെന്ന് ഒരു മനുഷ്യനപ്പോൾ പൈസ വരും ചോദിക്കില്ല. അത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഞാൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുത്തി ഞാൻ ചെയ്ത ചില പ്രവർത്തികളിൽ നിന്നാണ്. അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനന്ന് ചെയ്തത് ശരിയായിരുന്നുവെന്ന്. ആ ക്രെഡിബിലിറ്റിയെ നമുക്ക് അവിടുന്ന് എനിക്ക് ഉയർത്തിയെടുക്കാൻ പറ്റിയത് അതെല്ലാം കൊടുത്തിട്ടാണ്. അതെ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഈ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ലോസിലാണെങ്കിലും കുറേ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഒരു ഷോപ്പ് അടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും, ലോസിലാണ് 4 വർഷം ഓടുന്നത്. പക്ഷെ അത് അടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇത് അടച്ചു കഴിഞ്ഞാൽ ഞാനൊരു തോൽവിയാണെന്ന് തിരിച്ചറിയോ, അതൊക്കെ ആ ഒരു ഫേസൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ എന്ത് പറയണമെന്നറിയാം, മലയാളികളുടെ ഒരു ദുരഭിമാനം എന്ന് പറയാം. ഇപ്പോൾ ഞാൻ എക്സ്പോർട്ട് പൂട്ടുന്ന അവസ്ഥയില്ലേ, എനിക്ക് നഷ്ടം തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1-2 സ്ഥലമെങ്കിലും എൻ്റെ കയ്യിലിരുന്നില്ല. മനസ്സിലായി? ഞാൻ അന്നേരം ആരാന്നറിയാം, ഞാൻ നാട്ടിൽ എക്സ്പോർട്ടറാണ്, അത് ലെവൽ വേറെയാണ്. അപ്പം ഞാനത് എക്സ്പോർട്ടൊക്കെ നിർത്തിയാൽ ഇത് സാമ്പത്തിക ക്രൈസിസ് ആണ്, അമേരിക്ക ബാങ്കുകൾ പൊട്ടിയാന്ന് നാട്ടുകാരറിയേണ്ട കാര്യമില്ല. അവർ നോക്കുമ്പോൾ അവൻ
എക്സ്പോർട്ടറാണ്. ആ ലെവൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഞാൻ കൊണ്ട് നടക്കുകയാണ്, ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മനസ്സിലായി? അതിനാണ് ഞാൻ പറയുന്നത്, ഒരു ദുരഭിമാനമാണ് എൻ്റെയും, അല്ലെ ഇപ്പോൾ നമ്മൾ മലയാളികൾ പലരും ചെയ്യിക്കുന്ന ഒരു ദുരഭിമാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്നേ ഞാൻ പഠിച്ചതും പഠിക്കാൻ ശ്രമിക്കുന്നതും എന്ത് ചെയ്യണം എന്നതിലുപരി എന്ത് ചെയ്യരുത് എന്നാണ്. കറക്റ്റ്. എനിക്ക് അത് ഒരിക്കൽ ഞാൻ ജോയ ലൂക്കാസ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് വളരെ സിമ്പിളായിട്ട് ആൾ പറയാണ്, ലോസ് വന്നാൽ ഞാൻ ആ ഷോപ്പ് പൂട്ടും. അത് എൻ്റെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് ഒരുപാട് നമ്മൾ ചെറിയ ലെവലിൽ ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മൾ പലപ്പോഴും ഇല്ല പൂട്ടൂല എന്ന് പറയുന്ന ആ ഒരു, ഐ തിങ്ക് അതൊക്കെ നമുക്ക് ഒരുപാട് മാറേണ്ട മൈൻഡ് സെറ്റ് ആണല്ലേ. റിലയൻസിന് നോക്കിയാൽ റിലയൻസ് എന്തോരം പമ്പ് തുടങ്ങി, എത്രയോ പമ്പുകൾ കൂട്ടി. അതാണ് കറക്റ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഞാൻ എല്ലാം ശരിയായിട്ടല്ല, ഞാനും ഈ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ആ ഒരു തെറ്റ് കണ്ട് അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ആൾക്കാരോട് പറയണ്ടേ, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് പറ്റിയ തെറ്റാണത്, ഇനി മറ്റൊരാൾക്ക് ആ തെറ്റ് വരല്ലേ എന്ന് പറയുന്നതാണ് ഞാനിതിലൂടെ ചെയ്യുന്നത്. നമ്മൾ മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു ദുരഭിമാനം നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ അഭിമാനം സമ്മതിക്കാതെ നമ്മൾ കൊണ്ടു നടക്കും. അത് അഭിമാനമല്ല, അതിനെ ദുരഭിമാനം അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ ഏത് പോയിന്റിൽ വെച്ച് അത് മുന്നോട്ട് പോയാൽ ഇനിയും അതെനിക്ക് ബാധ്യതയാണെന്ന് മനസ്സിലാവുന്നു, ആ സെക്കൻഡിൽ അത് നിർത്തിക്കണം. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ, അതൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നേ. നിങ്ങളുടെ പൈസ ഇല്ലായിരുന്ന കാലത്ത് നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്ന ബന്ധുക്കൾ ഇപ്പോൾ അവരുടെ കല്യാണത്തിന് ആദ്യം നിങ്ങൾ വിളിക്കുമെന്ന്. നാളെ നിങ്ങൾ ഇല്ലാത്തവരായി മാറിയാൽ അവർ പഴയ പോലെയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ സാമ്പത്തികം ഉള്ളവനായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് വിലയും നിലയും ഉണ്ടാകും. നമ്മൾ പറയും പണമല്ല വലുത് മറ്റാണ്, ഇതൊക്കെ വെറുതെ പറഞ്ഞതെന്ന്. പണത്തിന് പണത്തിൻ്റെതായ എല്ലാ വിലയുമുണ്ട്, നിലയുമുണ്ട്, ഒരു സംശയമില്ല. ഞാനിതൊക്കെ അനുഭവിച്ച ഒരാളെന്നായതുകൊണ്ട് ഞാനിത് വ്യക്തമായിട്ട് പറയണത്. പണത്തിന് പണത്തിൻ്റെ ശരിയാണ്. നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് സക്സസ്ഫുൾ ആയ ആൾക്കാർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ അവരൊന്ന് താഴേക്ക് പോകുമ്പോഴത്തേനും അവരെല്ലാവരെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് പറയണത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം ഞാനിതൊക്കെ പറയുന്നില്ലേ, നാളെ സകല വിചാരിക്കുന്നുണ്ടോ ഫ്രഷ് ടു ഹോം ജീവിതാവസാനം വരെ ഇങ്ങനെ നിൽക്കുമെന്ന്? ഇല്ലെന്ന്. ഞാനതൊക്കെ ബോധ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാണ്. ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇതിനുമൊക്കെ തിരിച്ചടികളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ കേൾക്കുന്ന ആൾക്കാർ അവൻ കുറേ തള്ളിയിട്ട് പോയെന്ന് പറയും, നമ്മൾ മലയാളികൾ പറയും. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ആദ്യമേ നമുക്ക് ഇങ്ങനെ ആൾക്കാർ പറയും എന്ന് നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അഡാപ്റ്റബിൾ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി അതൊരു ചേഞ്ച് വന്നു, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ആരും യൂസ് ചെയ്യണില്ല, AI ആയിരിക്കും, അതിൽ നമുക്ക് അതിനൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ട് അങ്ങനെയാണല്ലോ ഒരു ബിസിനസ്സിൻ്റെ ഒരു സർവൈവൽ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പം എന്നെ തന്നെ ഇവിടെ വിളിച്ചിരുത്തിയത് അങ്ങനെ ഒരു മേഖലയിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ചാണ് അല്ലേ. അപ്പോൾ ആ ചേഞ്ച് നമുക്ക് എപ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെ ആർക്ക് ലോകത്തിന് മുന്നേ സഞ്ചരിക്കാൻ പറ്റുമോ, ഉറപ്പായി അവർക്കൊരു വിജയം ഉണ്ടാവും. കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ മുന്നേ സഞ്ചരിക്കുന്നതിന് അവൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിപ്പോൾ AI വന്നാലും എന്ത് വന്നാലും നമ്മൾ, എന്നോടൊരാൾ ചോദിച്ചാൽ പറഞ്ഞേ കടലും കടലിനകത്ത് മീനും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ആത്മവിശ്വാസമുള്ളിടത്തോളം കാലം നമ്മളെങ്ങനെയും ജീവിക്കും അതിൽ. അപ്പോൾ പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങളിൽ ചില പാഠങ്ങളുണ്ട്, ചില പഠിച്ച പാഠങ്ങൾ. അത് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ ചെയ്തു പോകുന്ന ആൾക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെടുന്നെങ്കിൽ അതിലുണ്ടാകുന്നൊരു സന്തോഷമില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത്. അതെ. എക്സ്പെഷ്യലി എനിക്ക് തോന്നിയത് ഫ്രഷ് ടു ഹോമിൽ എനിക്ക് തോന്നിയൊരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുക, ഓർഡർ ചെയ്യുന്ന മീൻ ഫ്രഷ് തന്നെയാണെന്നുള്ളൊരു വിശ്വാസം വരുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടും. ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ടിൻ്റെ മോർ ദാൻ 60% ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ മീനായാലും മീറ്റായാലും നമുക്കൊരു ഫ്രഷായ ഒരു സാധനം കൊടുക്കണമെങ്കിൽ അതിനെ ഒരു കോൾഡ് ചെയിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഒരു പബ്ലിക്കായി പ്രൊവൈഡ് ചെയ്യേണ്ടതാണത്. പക്ഷെ അത് ഇതുവരെ നമ്മുടെ രാജ്യത്തായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം കൂടി നമ്മുടെ തലയിലാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ളത്. അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഫ്രഷ്നെസ് ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ളത്. അത് അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഞങ്ങളിൽ ഉണ്ട് എന്ന ധൈര്യത്തിലാണ് ഞങ്ങളത് പറയുന്നത്. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എത്ര സമയം എടുത്തു? എനിക്ക് തോന്നുന്നു ഒരു സീറ്റ് ഹോം തുടങ്ങി ഒരു 1-2 വർഷം എടുത്ത് നമുക്കത് ഞാൻ
എനിക്ക് നല്ല മീൻ കിട്ടും എന്നും ഇത് നല്ലതാണെന്നും നാളെയും ഓർഡർ ചെയ്ത് തന്നെ വരുമെന്നും ആ കൺസിസ്റ്റൻസിയൊക്കെ നിലനിർത്തുമെന്നൊക്കെ ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏകദേശം എനിക്ക് 2 വർഷം ഞാൻ സമയം എടുത്തതാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഷാനൊക്കെ എന്നെ തിരക്കി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സീ ടു ഹോമിൽ നിന്ന് ഫ്രഷ് ടു ഹോമിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? സീ ടു ഹോം തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ എൻ്റെ അനിയൻ്റെ രണ്ടുപേരുടെ വൈഫുമാരെയും കൂടി ചേർത്ത് എൻ്റെ വീട്ടുപേര് കരോണ്ട് കടവിലെന്ന്. കരോണ്ട് കടവിൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ടാണ് സീ ടു ഹോം ആരംഭിക്കുന്നത്. അത് എനിക്ക് മീൻ കച്ചവടം അറിയാം, പക്ഷേ ടെക്നോളജിയോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോഴും എനിക്കറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. പക്ഷേ അതിനോടൊരു താല്പര്യം കൊണ്ട് പനമ്പള്ളി എന്ന് പറഞ്ഞുള്ള ഒരു ടെക്നോളജി ഒരു IT കമ്പനിയുമായി ചേർന്നിട്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓടിയ കമ്പനിയോട് അവരാണ് അതൊക്കെ നോക്കുന്നത്. അവരോട് നടക്കുന്നില്ല കേട്ടോ, ആൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു അവരിങ്ങനെ ഓരോന്ന് മേക്കപ്പ് ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഫോബ്സ് മാഗസിൻ എന്നെ വിളിക്കുന്നത്. ഫോബ്സ് ഒക്കെ വിളിക്കുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലേ. ഇന്ന് കാണുന്ന ഫോബ്സ് അല്ല കേട്ടോ. ഇന്നത്തെ ഫോബ്സിൽ വേണമെങ്കിൽ ഇപ്പം എനിക്ക് വേണം നാളെ ഫ്രണ്ട് പേജിൽ വരാം, പൈസ കൊടുത്താൽ അവർ നമ്മളെ കുറിച്ചിടും. അന്നത്തെ ഫോബ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റിയുടെ അങ്ങേയറ്റാണ്. അവർ തന്നെ കണ്ടെത്തി ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ വരാനല്ല, ഒരു പേജ് എഴുതാൻ ക്രെഡിബിലിറ്റി ഉള്ളവനാണെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടേ വരുള്ളൂ. ആ ക്രെഡിബിലിറ്റിയുടെ അങ്ങേയറ്റത്തെ കാലത്താണ് ഫോബ്സ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ അവർ എൻ്റെ കൂടെ വന്നു, 3 ദിവസം എൻ്റെ കൂടെ ചിലവഴിച്ചു. പോകാൻ നേരത്ത് അവരാണ് പറഞ്ഞത് സീ ടു ഹോമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്, സീ ടു ഹോമാണ് ലോകത്തിലെ ആദ്യത്തെ പച്ചമീൻ മാർക്കറ്റ്, സീ ടു ഹോമാണ് ലോകത്തിലാദ്യമായി ഫ്രഷ് ഫിഷിനെ ബ്രാൻഡ് ചെയ്തത് എന്നൊക്കെ അവരാ പറഞ്ഞത്. അങ്ങനെ അവർ അടുത്ത ഫോബ്സിൽ എന്നെക്കുറിച്ച് ഞാൻ കടപ്പുറത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് ഒരു 3 പേജ് എനിക്ക് വേണ്ടി ഒരു മാറ്റി വെച്ചു. പിന്നെ ഇന്ത്യയിലെ മാഗസിൻസും പേപ്പറും ഞാൻ കേൾക്കാത്തതും കേട്ടതായ പത്രങ്ങളെല്ലാം ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ മലയാള മനോരമ, അന്ന് മനോരമയുടെ കൂടത്തി മെട്രോ എന്ന് പറഞ്ഞൊരു പേപ്പർ കൂടി, അന്ന് തിരുവനന്തപുരത്തെ മെട്രോയിൽ എൻ്റെ കഥയൊക്കെ അടിച്ചു വന്നു. അങ്ങനെ ആൾക്കാരെ അരച്ച് സീ ടു ഹോമിൽ കയറി, സീ ടു ഹോം ക്രാഷായി. അങ്ങനെ അവസാനം സീ ടു ഹോം അടച്ചു പൂട്ടേണ്ടി വന്നു. അപ്പോഴാണ് ഇപ്പോഴത്തെ എൻ്റെ CEO പാർട്ണർ ഷാൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ഷാൻ കടവിൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് മീൻ തരാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഷാനൊക്കെ സ്ഥിരമായിട്ട് സീ ടു ഹോമിൽ നിന്ന് മീൻ മേടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഷാനോട്, ഷാൻ ഇതാണ്, ഞാൻ ടെക് അറിയാവുന്ന ഒരാളെ കൂട്ടി ഞങ്ങൾ 2ാമത് റീലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങളൊരു ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഷാൻ എന്നെ കാണാൻ വന്നു. അങ്ങനത്തെ ചർച്ചകളിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫ്രഷ് ടു ഹോമിലേക്ക് 2015 വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സീ ടു ഹോമിലെ സി എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ ഫ്രഷ് എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു മാർക്കറ്റും കോർപ്പറേറ്റും കൂടി എപ്പോഴാണോ കണ്ടുമുട്ടിയത് അപ്പോഴാണ് ഫ്രഷ് ടു ഹോം ഉണ്ടായത്. കറക്റ്റ്. അതിൽ ഈ പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പാർട്ട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യും, അവർ തമ്മിൽ പ്രശ്നമാവും, പിരിയും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് ചെയ്തിട്ടുണ്ടോ? അതോ ഒരു റൈറ്റ് പാർട്ട്ണർഷിപ്പ് ആണിത് എന്നൊരു ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവോ ചോദിച്ചാൽ എനിക്ക് തോന്നിയൊരു ക്വാളിറ്റി, ആസ് യു സെഡ്, സാർ ഭയങ്കരമായിട്ട് ഈ ഫിഷിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ നോളജ് ഉള്ള ഒരാളും ടെക്നോളജി സൈഡ്, അപ്പോൾ റൈറ്റ് കോമ്പിനേഷൻ എന്ന് തോന്നുന്നു. എപ്പോഴും നമ്മൾ പാർട്ട്നേഴ്സിനെ കണ്ടെത്തേണ്ടതേ, എനിക്ക് എൻ്റെതായ കഴിവുണ്ട്, എൻ്റെതായ കഴിവില്ലായ്മയുണ്ട്. അത് ഞാനതിനെ തിരിച്ചറിയണം, അല്ലേ? എന്താണ് എൻ്റെ പോരായ്മ എന്ന് ഞാൻ തിരിച്ചറിയണം. അപ്പോൾ ഈ സീ ടു ഹോം നടത്തിയപ്പോൾ പൊട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എൻ്റെ പോരായ്മ. എനിക്ക് ടെക്നോളജിയിൽ ഒരു അറിവുമില്ല, ഇല്ലേ? അതിനോട് നിനക്ക് താല്പര്യം ഉണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ സിനിമയൊക്കെ വയ്ക്കുമ്പോഴേ മോൻ പറയും, ചാച്ചന് പറ്റിയൊരു സിനിമ വന്നിട്ടുണ്ടെന്ന് പറയും. ഒന്നുകിൽ ശൂന്യാവസ്ഥയായിരിക്കും, അല്ല കടലിൻ്റെ അടിയിലായിരിക്കും. മനസ്സിലായി? അങ്ങനത്തെ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവർക്കറിയാവുന്നതുകൊണ്ടാണ് മോൻ അങ്ങനെ പറയണം. എന്ന് പറഞ്ഞാൽ ടെക്നോളജിയോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും പാർട്ട്നേഴ്സിനെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഇല്ലായ്മയെ നികത്തുന്നവനായിരിക്കും നമ്മുടെ പാർട്ണർ. ഇപ്പം ഞാൻ പോയി ഷാന് പകരം ഒരു മീൻ കച്ചവടക്കാരനെ തന്നെയാണ് പാർട്ണറാക്കുന്നതെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്താ പ്രയോജനം? എനിക്കും അറിയാം, അയാൾക്കും അറിയാം, ഞങ്ങൾ തമ്മിൽ അഭിപ്രായം ഉണ്ടാകുന്നല്ലാതെ അതിൻ്റെ ഭാഗത്തൊരു കാര്യമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇല്ലായ്മ, എൻ്റെ പോരായ്മയുള്ള ഒരാളെയാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ എൻ്റെ പോരായ്മയെ നികത്തുന്ന ഒരാളായിരിക്കണം തീർച്ചയായും എൻ്റെ പാർട്ണർ. അതാണ് എപ്പോഴും നമ്മൾ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ ആരും ഇല്ല, അല്ലേ? അവൻ കണക്കിൽ വിദഗ്ധനാണെങ്കിൽ അവൻ ചിലപ്പോൾ സാമൂഹ്യ പാഠത്തിൽ മോശമായിരിക്കും. അവൻ സാമൂഹ്യ പാഠത്തിൽ നല്ലവനാണെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇതിൽ, അല്ലേ, ഒരു ലോകപരിചയത്തിൽ അവൻ കുറവായിരിക്കും. അപ്പോൾ ഏതിലാണോ എൻ്റെ പോരായ്മ അത് നികത്തുന്ന ഒരാളെ വേണം ഞാൻ പാർട്ണറായി കണ്ടെത്താൻ. ഇതാണ് എന്നെ പഠിപ്പിച്ച പാഠങ്ങളാട്ടോ.
അപ്പോൾ അത്തരം ഒരു കോമ്പിനേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സൈഡ് വരുമ്പോൾ ആദ്യം മുതലേ മാത്യു ജി ഫൈനാൻസിൽ ഭയങ്കര കറക്റ്റ് മാനേജ്മെൻറ്റുള്ള ഒരാളായിരുന്നോ, അതോ ഇപ്പോഴാണോ ആ ഒരു സിസ്റ്റം? അല്ല, ഇപ്പോൾ കാണുന്ന സിസ്റ്റം ഇപ്പോഴാണ് വന്നെങ്കിലും ഞാൻ പണ്ട് തൊട്ടേ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ടേ, ചെറുതായി തുടങ്ങിയ കാലം തൊട്ടേ പണപ്പെട്ടി ഞാൻ പിടിച്ചിട്ടേ ഇല്ല, ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓക്കെ. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ മാത്രമുള്ളപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതല്ല, ഒരു സ്റ്റാഫ് വന്നേ പിന്നെയും ആ സ്റ്റാഫാണ് പിന്നെ പണപ്പെട്ട് നോക്കണം. ഓക്കെ. ഒരു 2 സ്റ്റാഫായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അയാളാണ്, ആ പുള്ളി നോക്കിക്കോളും. ഞാൻ ഇന്ന് വരെ പണപ്പെട്ടിയെ തൊടുന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ആൾക്കാർക്ക് അത് മണ്ടത്തരല്ലേ, അവർ പൈസ വെട്ടിക്കലെന്നൊക്കെ ചോദിക്കാം. അതിനൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ചെറുതായിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും അതൊക്കെ നോക്കി പോകായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സിസ്റ്റവും അതിൻ്റെ ഒരു ടീമും അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണപ്പെട്ടിയെ തൊടുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫ്രഷ് ടൂമായ പിന്നെ അതിൻ്റേതായ ഒരു സിസ്റ്റവും അതിൻ്റേതായ ടീമും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും നമ്മൾ ഒരിക്കലും എൻ്റെ അഭിപ്രായമായിട്ട്, ഇത് ബിസിനസ്സിൽ ഇത് ശരിയാകണമെന്നില്ല, എൻ്റെ അനുഭവം ഞാൻ പറയുക, നമ്മൾ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൻ്റെ പണം സൂക്ഷിക്കുന്നത് നമ്മൾ തന്നെ ആവരുത്. പണത്തിന് അതൊരാളെ ഏൽപ്പിക്കുക, അയാൾ വൗച്ചറൊക്കെ ഇട്ട് കാര്യങ്ങളിട്ട്, നമ്മൾ 5 പൈസ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചു, 10 പൈസ കൂടുതലൊന്ന് അങ്ങോട്ട് കൊടുത്തു, അതിനെല്ലാം കണക്ക് അങ്ങനത്തെ ഒരു സാധനത്തിലായിരുന്നു ഞാൻ പണ്ടും പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ഈ പച്ചമീൻ തന്നെ എടുത്തിട്ട് ഫാക്ടറികൾ കൊടുക്കുന്നതായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അന്നേരം. പക്ഷെ ഞാൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അറ്റ്ലെയർ എക്സ്പോർട്സ് തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് 2 സ്റ്റാഫായി. അപ്പോൾ അന്ന് തൊട്ടൊരു പണപ്പെട്ടി വേറൊരാളുടെ കയ്യിലാണ്, ഞാൻ സൂക്ഷിച്ചിട്ടില്ല ഇതുവരെ. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൈസ കൂടുതൽ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലും ഭയങ്കര ലക്ഷൂറിയസ് ആക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പണം നോക്കാതെ തന്നെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് അടിപൊളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. മാത്യുജിയുടെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ മാത്യുജിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നാടിൻ്റെ പുരോഗതിക്ക് അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വെറുതെ പണ്ടത്തെ പോലെ ഇപ്പോഴും തെണ്ടി ജീവിക്കാനല്ലല്ലോ. നമുക്ക് ആ ജീവിതത്തിൻ്റെ എല്ലാം നമ്മൾ അനുഭവിച്ചു പോകണം. പക്ഷേ അതിനു വേണ്ടി ഞാൻ എൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ ജീവിത ശൈലിയെ മാറ്റരുത്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുത്തിട്ട് കാറ് വാങ്ങുക, വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുത്ത് വീട് വയ്ക്കുക, പറമ്പ് മേടിക്കുക, മക്കളെ കെട്ടിക്കുക, ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ ലാഭത്തിൽ നമുക്ക് മിച്ചം കിട്ടുന്ന പൈസയിൽ നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ നിങ്ങൾ വേറെ ലെവലാക്കിക്കോളൂ. അത് നല്ല കാര്യം. അങ്ങനെ ആക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മളതിന് ജീവിതമൊക്കെ ആസ്വദിച്ചോ. പക്ഷേ അതിൻ്റെ പേരിൽ ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് നമ്മൾ ഈ കളിക്ക് പോരുത്. അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഒരു B ക്ലാസ് സാലറി അല്ലെങ്കിൽ B ക്ലാസ് പൈസ ഉണ്ടാക്കുന്ന ഒരാൾ A ക്ലാസ് ലൈഫ് സ്റ്റൈലാണ് മാനേജ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു MBA ഒക്കെ കഴിഞ്ഞ്, ഞാൻ MBA ആണ്, MBA ഒക്കെ കഴിഞ്ഞ് എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ ലൈഫും കണ്ടിട്ടുള്ളത്, ഒന്നെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങും, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറും, ആ ഒരു ശമ്പളത്തിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ലോൺ എടുത്ത് ഒരു കാർ എടുക്കും, ഒരു വീടെടുക്കും. പക്ഷെ പിന്നീടുള്ള അവരുടെ 25 വർഷം എന്നുള്ളത് കംപ്ലീറ്റ് സ്ട്രഗിളാണ്. ഈ ലോൺ അടക്കലായി അവരുടെ പാഷൻ. അപ്പോൾ അത് ജീവിക്കുന്ന പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. മുമ്പത്തെ ജീവിതത്തിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിർത്തി ഇങ്ങോട്ട് എടുക്കും, ഇവിടെ നിർത്തി അങ്ങോട്ട് എടുക്കും, കിട്ടാത്തപ്പോൾ സുഹൃത്തിനോട് മേടിക്കും. ഇത് എന്തിനാണ് അവൻ ജീവിക്കുന്നത് വെച്ചാൽ അവൻ ഇത് മുഴുവൻ അടച്ച് സെറ്റായി പോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമുക്ക് ആകുന്നത് എന്തിനാണത് ചെയ്യുന്നത്, ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ആസ്വദിക്കുന്നതിനപ്പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനും കൂടി ചെയ്യുന്നവരുണ്ട് ഇല്ലേ. എൻ്റെ സുഹൃത്ത് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചാൽ എനിക്ക് 3000 സ്ക്വയർ ഫീറ്റ് എങ്കിലും വെക്കണ്ടേ. അവൻ മാരുതി വാങ്ങിച്ചാൽ അവസാനം അതെല്ലാം സങ്കടത്തില്. അങ്ങനെ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാനും നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണേ. നമ്മൾ നമുക്കുള്ളത് വെച്ചിട്ട് നമ്മൾ കറന്നുവരുവല്ലേ, പിന്നെ ഇരുന്നിട്ടേ കാല് നീട്ടാവുള്ളൂ എന്നൊക്കെ പറയല്ലേ. എന്ന് വെച്ച് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനത്തെ റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. ഞാനങ്ങനെ ഒത്തിരി റിസ്ക് എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ ഒരു വരുമാനത്തിന് വശം നമ്മൾ നോക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. നമ്മൾ എന്നും ടെൻഷൻ പിടിച്ച് നടക്കാനാണ് പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലോ. അതിന് നല്ലല്ലേ കൊച്ചു വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത്. അത് നമ്മളാ തീരുമാനിക്കേണ്ടത്. സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാറ്? സ്ട്രെസ് വരികയില്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ വരും. ഞാൻ വായിക്കും. വായനയാണ് എൻ്റെ ഒരു ഏറ്റവും നല്ലത്. പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയും. വൈഫ് എത്രത്തോളം സപ്പോർട്ടീവാണ് ഈ ഒരു? വൈഫിൻ്റെ ഒരു സപ്പോർട്ടാണ് ഞാനൊക്കെ ഇവിടെ ഇരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ റിസ്കുകൾ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ
എപ്പോഴും റിസ്ക് എടുത്തായിരിക്കും അല്ലേ, റിസ്ക് എടുക്കാൻ കഴിവുള്ളവനെ ഈ പണിക്ക് പറഞ്ഞുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ ഇപ്പം ഞാനൊരു പുതിയ സാധനം തുടങ്ങാൻ പോകും, അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറേ മുതലെടുത്തായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. അങ്ങനെ അത് പരാജയപ്പെട്ടാൽ ഇപ്പം ഞാൻ പറയാം ഫ്രഷ് ടു അവന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആരെയാണെന്നറിയോ? എന്നെ ഞങ്ങളുടെയൊക്കെ വൈഫിനെയും കുട്ടികളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണം. കാരണം അവർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ അവർക്കുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു ലെവലുണ്ട്, അവർ നിൽക്കുന്ന ഒരു ലൈനുണ്ട്. ഞങ്ങളിത് താഴത്തോട്ട് പോയാൽ ഇവരുടെയൊക്കെ ജീവിത ശൈലി മാറിപ്പോവും. അവർ താഴത്തോട്ട് പോകുന്നു മാത്രമല്ല, ഇവരെ ഇപ്പോൾ സമൂഹം അല്ല അവരുടെ ചുറ്റുപാടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ നോക്കുന്നൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൻ്റെയൊക്കെ മാറ്റം വരും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്. ഇപ്പം ഞാനൊക്കെ രാവിലെ പിന്നെയും ഷർട്ടും കൊണ്ടിട്ട് എങ്ങോട്ടും പോകുന്നത്, വീട്ടിലിരിക്കുന്നവരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സാധനത്തിനെ അനുഭവിക്കേണ്ട അവർ തന്നെ നമ്മളോട് പറയുവാണ്, ഓക്കെ യു ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പവറല്ലേ. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. ഇത് ഇതിനെന്തായാലും ദോഷം വന്ന് അനുഭവിക്കേണ്ടവരാണ് എന്നോട് പറയുന്നത് യു ഗോ ഹെഡ്. പിന്നെ ഞാനെന്ത് നോക്കാനാന്നുള്ളത് പിന്നെ ധൈര്യം സ്ട്രോങ് എന്നേക്കാൾ സ്ട്രോങ്. തളർന്നു പോണ സമയത്ത് അത് സാരല്ല എന്ന് പറഞ്ഞ് പറയും, എന്നേക്കാൾ സ്ട്രോങ്. അതിനൊക്കെ നല്ല ആളാണ്. ആളും ബിസിനസ്സിൽ ആളിപ്പോൾ ഒരു ലേഡീസ് ഹോസ്റ്റലൊക്കെ നടത്തുന്നുണ്ട്. പണ്ട് സീറ്റ് ഹോം ആയിരുന്നപ്പോൾ അവളായിരുന്നു ഈ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നമ്മുടെ മീനിൻ്റെ കറിക്കട്ടകളൊക്കെ ഇല്ല, അത് എന്തും മുഴുപ്പിലായിരിക്കണം, തലയുടെ ഭാഗം എങ്ങനെയായിരിക്കും കട്ട് ചെയ്യേണ്ടത്, ഹോൾ ക്ലീൻ ആണ് എങ്ങനെയായിരിക്കണം, വാലെങ്ങനെ കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്താൽ അത് എങ്ങനെ, അങ്ങനത്തെ എല്ലാ കാര്യം അവളാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഫ്രഷ് ടു ഹോമിൻ്റെ പോകുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. അന്ന് ഡിസൈൻ ചെയ്തൊക്കെ അതുപോലെ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പക്ഷേ ഒരു അടിസ്ഥാനം അവൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പക്ഷേ അങ്ങനെ ഇതിനെല്ലാം ആൾക്കാരുള്ളതുകൊണ്ട് അവൾ ഫാമിലിയും കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു. അറ്റ് ദിസ് പോയിന്റ് സക്സസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സക്സസ് വേണമെങ്കിൽ നമുക്ക് പറയാം പണത്തിൻ്റെ വരവാണ്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ അതൊന്നുമല്ല. എൻ്റെ സക്സസ് എന്ന് ഞാൻ കരുതുന്നത് ഇപ്പോൾ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിലാണ്. അതായത് ആർക്കും വേണ്ടാതിരുന്ന, ഒരു ഗ്ലാമറും ഇല്ലാതിരുന്നു, എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിനെ അതിനകത്തും പ്രതീക്ഷകളുണ്ടെന്നും ആ ബിസിനസ് കൊണ്ടും നിങ്ങൾക്ക് മറ്റു ചിലതൊക്കെ ഉണ്ടാക്കാനാവുമെന്നും ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ആയി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും. അതെന്നെ കേരളത്തിലൊരു ഫേമസ് മാഗസിൻ്റെ ഒരാൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അദ്ദേഹത്തിൻ്റെ CEO എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് മാത്യുവിനെ കാണണമെന്ന് തോന്നിയതേ, ഇൻ്റർവ്യൂവിന് അവർ ലേഖകന്മാർ പോകും ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ കോട്ടയം കുമ്പളരോടി പോയപ്പോൾ 2 ചെറുപ്പക്കാർ ഇത് മീമിക്കുന്നുണ്ട്. അവർ പാൻറ്റും ജീൻസും ബനിയനൊക്കെ ഇട്ടേക്കണം. ഞാൻ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് വന്നപ്പോൾ അവർ നിങ്ങളിലെത്തി. അവർ രണ്ടുപേരും MBA പിള്ളേർ നിങ്ങളിലെത്തി. മീൻസ് നിങ്ങളുണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ട് ഇവിടെ. അദ്ദേഹം പോലും എന്നോടത് സംസാരിക്കുന്നുവെങ്കിൽ ആ ചേഞ്ചില്ലേ, അത് ഈ പുതിയ സമൂഹത്തിന് കൊടുത്ത അല്ലെ പുതിയ യുവത്വത്തിന് കൊടുത്ത ഒരു തോട്ട് പ്രോസസ്സിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ട്. അതാണ് ഞാൻ ഒരു സക്സസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. പണം ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, നാളെ ചിലപ്പോൾ എന്താവും അറിയില്ല, പക്ഷെ അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. ഓൺലൈനിൽ കൂടി ലോകത്തിന് ഇന്ത്യയിൽ ആരും മീമിറ്റാലും അത് മാത്യു ഉണ്ടാക്കിയതാണ് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞത്. മനസ്സിലായി. ഏറ്റവും ഒരു പ്രൗഡായിട്ട് ഇയാൾ എൻ്റെ കസ്റ്റമർ ആണ് എന്ന് തോന്നിയ ഒരു കസ്റ്റമർ ഫ്രഷ് ഹോമിൽ നിന്ന് വാങ്ങുന്ന സച്ചിൻ ടെണ്ടുൽക്കർ, പ്രീതി സിന്ധു. ഓക്കെ, അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര അല്ലേ രോമാഞ്ചം വരുന്നൊരു ഫീൽ ആയിരിക്കും അല്ലേ. ചേർത്തലയിലെ പള്ളിപ്പുറത്ത് ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു മീൻ കച്ചവടം സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം ഇല്ലേ, ഭയങ്കര അല്ലേ. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നത് രൺവീർ സിംഗ് ആണ്, ദുരന്തറിൻ്റെ ഇപ്പോഴത്തെ നായകൻ രൺവീർ സിംഗ് ആണ് വന്നത്. അങ്ങനെ അവരൊക്കെ ഈ ഞാനിവിടെ തുടങ്ങിയ ചെറിയ മീൻ കച്ചവടത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി. ഇപ്പം ഞാനുണ്ടായിരുന്നതുകൊണ്ടല്ല, എൻ്റെ ടീം വന്നതുകൊണ്ടാണ്. ഷാനും ഫ്രഷ് ഹോമിൻ്റെ ടീമും എല്ലാവരും വന്ന് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അതായത്. പക്ഷെ എന്നാലും നമ്മളിവിടെ തുടങ്ങിയൊരു ചെറിയൊരു സാധനത്തിന് അവിടം വരെ എത്തിയെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അഭിമാനമില്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം ഉണ്ടായിരുന്നു, ഒരു ദിവസം ഷൂട്ടിന് ഞാനും ഉണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെ പോവുക, രൺവീർ സിംഗിൻ്റെ കൂടെ ഇരിക്കാനും ഒരു ദിവസം അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിക്കാനും ആ ലോകം എന്തെന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റിയില്ലേ. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഞാൻ പണ്ട് ആരും ഇല്ലാതെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു കച്ചവടമാണല്ലോ, ഇവിടെ വരെയൊക്കെ എത്തിയല്ലോ എന്നൊരു അഭിമാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഫസ്റ്റ് മാത്യുജി ഒരു ബിസിനസ് തുടങ്ങുന്നത് നമുക്കൊരു സർവൈവൽ അല്ലെങ്കിൽ ഒരു ജനറേഷണൽ ഇത് ബ്രേക്ക് ചെയ്യുക എന്നൊരു ഫീലിലാണ്. അപ്പോൾ ഒരു പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം പോലെ അല്ല നമ്മുടെ മക്കൾ ജീവിക്കേണ്ടത് എന്നൊരു മൈൻഡ് സെറ്റാണ്. പിന്നീട് ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ, യു ആർ ബിൽഡിങ് എ ബ്രാൻഡ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിസിനസ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി അതിൽ നിന്നൊരു പൈസ ഉണ്ടായി. രണ്ട് രീതിയിലാണ് ബിസിനസ് ചെയ്യുക ആൾക്കാർ. ഒന്ന്, ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആസ് യു സെഡ്, ദ ബ്രാൻഡ് അംബാസഡർ കൊണ്ടുവരാൻ പുറത്ത് നോക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് ഈസ് ഹ്യൂജ്. അപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു റിസ്ക് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഐ എം ബിൽഡിങ് എ ബ്രാൻഡ് വിച്ച് ഈസ് ബിയോണ്ട് മീ. അപ്പോൾ മാത്യുജീനെ അറിഞ്ഞിട്ടല്ല ഞാൻ ആദ്യം മാത്യുജീനെ വിളിക്കണത്, ഫ്രഷ് ടു ഹോമിൻ്റെ ഓണറിനെ വിളിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കണതല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തൊരു പോയിന്റിൽ നിന്നാണ് വന്നത്, ബിൽഡിങ് എ ബ്രാൻഡ് എന്നുള്ളൊരു മൈൻഡ്. ഈ സീറ്റ് ഹോം ഉണ്ടാക്കിയത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, അത് മാത്രമേ എനിക്ക് മാത്രമെന്ന് പറയാൻ അവകാശമുള്ളൂ. അതെ. സീറ്റ് ഹോം ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ പച്ച മീനിനെ ബ്രാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കുറേ ആലോചിച്ചതാണ്. ഒരു മനുഷ്യന് ഞാൻ ചിന്തിച്ചവർ, ഞാൻ ആലോചിച്ചവർ, ഞാൻ കൺസൾട്ട് ചെയ്തവർ ആരും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. എല്ലാവരും പറഞ്ഞു പച്ച മീൻ ബ്രാൻഡ്, അതെന്ത് ബ്രാൻഡാന്ന് ചോദിച്ചു. അങ്ങനെ പക്ഷെ അവരെന്നോട് എന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല, അത് ക്ലിക്ക് ചെയ്തില്ല അവർക്ക്. എന്നാലും ഞാൻ പച്ചമീനെ സീറ്റ് ഹോം എന്ന് ബ്രാൻഡാക്കി. അതെനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഈ സീറ്റ് ഹോം നടത്തിക്കൊണ്ടിരുന്ന തേവരയിൽ നിന്നൊരു മനുഷ്യനെ വിളിക്കുക ഫോണിൽ. അന്ന് ഈ സൈറ്റിന് മുകളിൽ എൻ്റെ നമ്പർ തന്നെ, വേറെ നമ്പറൊന്നും ഇല്ല, ഇന്നത്തെ പോലെ കസ്റ്റമർ സപ്പോർട്ടൊന്നുമില്ല, ഞാൻ തന്നെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടോ ഈ മീനുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരൊന്ന് സല്യൂട്ട് അടിച്ചതിനെ തോന്നി. ഞാൻ ചെന്തുപറ്റി സാറേ. അപ്പോൾ പുള്ള കഥ പറയാം. പുള്ളി നേവിയിൽ, ഇന്ത്യയിൽ മുഴുവൻ പല സ്ഥലത്തും ജോലി ചെയ്ത് കൊച്ചി നേവി, മലയാളിയാണ്, കൊച്ചി നേവിയിൽ വന്ന് റിട്ടയർ ചെയ്ത് തേവരയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരോ പറഞ്ഞറിഞ്ഞു ഇങ്ങനെ ഓൺലൈനിൽ കൂടി മീൻ കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ സൈറ്റ് നോക്കിയപ്പോഴോ സീറ്റ് ഹോമിൻ്റെ സൈറ്റ് കണ്ട് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ്, പിന്നെ എനിക്ക് പേടിക്കണ്ടല്ലോ, വരുന്നില്ല പൈസയും കൊടുക്കണ്ട, എനിക്ക് പൈസ ഒന്നും പോകണമില്ല. ഞാനൊരു രസത്തിന് ഓർഡർ ചെയ്തു. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ഒരാളൊരു 50 പൈസയുടെ കിറ്റിനകത്ത് കൊണ്ടുവന്ന് തരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴോ തൻ്റെ ബനിയനൊക്കെ ഇട്ട് ഒരു പയ്യനോട് കൊണ്ട് നിർത്തിയിട്ട് ഒരു ചെറിയ, അന്ന് ഓരോ കസ്റ്റമർക്കും ഒരു തെർമോക്കോൾ ബോക്സ് ആയിരുന്നു, ഒരു തെർമോക്കോൾ ബോക്സ് കൊണ്ട് എൻ്റെ തന്നിടും. ഞാൻ തെർമോക്കോൾസ് തുറന്നു നോക്കിയപ്പോഴേ താൻ ക്ലീൻ ചെയ്ത മീനില്ല, ഇങ്ങനെ അടിങ്ങി നല്ല സ്റ്റൈലായിട്ടിരിക്കണോ, അതുങ്ങൾക്ക് ജീവനുണ്ടായിരുന്നു, എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചതിനോട് തന്നെ എന്ന് പറഞ്ഞു. മനസ്സിലായത് ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു ഊർജ്ജമുണ്ട്. മനസ്സിലായി. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ആരും ഇത് നടക്കുമോ ചോദിച്ച കാലത്തും ഞാൻ തുടങ്ങിയൊരു സാധനത്തിനെ ആൾക്കാർ അംഗീകരിക്കുന്നു, ആൾക്കാർ അതിൽ ആനന്ദം കൊള്ളുന്നു എന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ഒരു കോളിൽ നിന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ അതിലും വലിയ തീരുമാനം എടുക്കും. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളുണ്ട് സമൂഹത്തിലുണ്ടാക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ സീറ്റ് ഹോം എന്ന് പറയും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായി, നമ്മളെപ്പോഴും ഒരു ഐഡിയ വെച്ച് മുന്നോട്ട് വയ്ക്കുമ്പോഴേ, മുമ്പ് പറഞ്ഞ പോലെ സകല പറഞ്ഞ പോലെ, ഞാൻ എന്തിനാ ബിസിനസ്, എനിക്ക് ജീവിക്കാൻ വേണ്ടി അല്ലേ, എനിക്ക് പൈസ ഉണ്ടാക്കാൻ, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങണേ. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡിയ വെച്ച് ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ കൊണ്ടുവന്ന ഐഡിയ ഈ സമൂഹം ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണോ എന്ന് ഞാൻ ചിന്തിക്കണം. എത്രത്തോളം ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് വളരും. സീറ്റ് ഹോമിൽ മീൻ വാങ്ങിക്കാൻ വന്നവരാരും എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നുമല്ല, ഇല്ലേ? ഈ ഇന്ത്യയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അന്ന് ആഗ്രഹിച്ചിരുന്നു, കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത മീൻ ഞങ്ങളുടെ വീട്ടുപടിക്കൽ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ, ക്ലീൻ ചെയ്തൊക്കെ തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് സീറ്റ് ഹോം കടന്നു ചെല്ലുന്നത്. അല്ല, ഞാൻ ഒരു പൈസ അന്ന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അന്ന് എനിക്കൊരു ബ്രാൻഡ് അംബാസഡർ ഇല്ല, ഒരു ഓൺലൈനൊന്നും ഇല്ലല്ലോ അന്ന്. ഓൺലൈനിൽ കൂടി പരസ്യമൊന്നുമില്ല, ഓൺലൈനിൽ അങ്ങനെ പരസ്യങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പ്രിൻ്റ് മീഡിയയിലും പരസ്യം ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാതെയും എല്ലാ ദിവസവും സീറ്റ് ഹോം വളർന്നുകൊണ്ടേയിരുന്നു. മീൻസ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരന്ന് ഇന്ത്യയിൽ പല ഭാഗത്തുണ്ടായിരുന്നു. അവരുടെ മുന്നിലേക്ക് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞാണ് അവരിതിലേക്ക് വന്നത്. ആ മൗത്ത് ടു മൗത്ത് എന്ന് പറയുന്ന മാർക്കറ്റിങ്ങിൻ്റെ ബലം, ആ ശക്തി ഭയങ്കരമാണ്. പക്ഷെ ആ ശക്തിയെ പിന്നെ നമ്മൾ കൊണ്ടു നടക്കണമെങ്കിൽ, നമുക്ക് അനുകൂലമാക്കണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ സർവീസും കൺസിസ്റ്റൻസി ആയിരിക്കണം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലേ നമ്മൾ പോയി.
അപ്പോൾ ആ മൗത്ത് ടു മൗത്ത് മാർക്കറ്റിങ്ങിൻ്റെ ബലമുണ്ട്. ആ ബലത്തെ പിന്നെ നമ്മൾ കൊണ്ടു നടക്കണം, പിന്നെ നമ്മുടെ ചുമതല, നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ സകല ഞങ്ങളുടെ മീനല്ലോ മീറ്റോ വാങ്ങി ഞാനിതെല്ലാം പറഞ്ഞിട്ടും സകലയെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോ സർവീസോ എനിക്ക് തരാതിരിക്കാൻ പറ്റിയാൽ പിന്നെ ആരായാലും വാങ്ങിയല്ല, സ്വാഭാവികമല്ലേ. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ സീ ടു ഹോം ഉള്ളൊരു സമയത്തും ഇപ്പോൾ പറഞ്ഞ കഥയിൽ ആ ബോക്സിൻ്റെ അകത്തും ബ്രാൻഡഡ് ഷർട്ട് ഇട്ടിട്ടൊരു പയ്യൻ പോയി എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ബ്രാൻഡിങ്. ഇപ്പോൾ ഞാനൊരു MBA സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ആ ബ്രാൻഡിങ്ങിൻ്റെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് മാത്യുജിക്ക് ആ സമയത്ത് വന്നത് ഫ്രം യുവർ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റഡീസ്? ഞാനിങ്ങനെ ജസ്റ്റ് ആലോചിച്ച് നോക്കിയതാട്ടോ എവിടെ നിന്നാണ് ആ ഒരു ഐഡിയ. ഞാൻ വെറും 10ാം ക്ലാസ്സുകാരനാണ്. അല്ല, അത് തന്നെ, അവിടെ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തണ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചങ്ങായി എന്നെ ലൂയി വുട്ടാൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് ആൾ ഒരു ബാഗ് നോക്കി നീ എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ബാഗ് ഒരു 5,000 ഒക്കെ മാക്സിമം ഇതാവുള്ളൂ. അവിടെ 2 ലക്ഷത്തിൻ്റെ ബാഗ് ഞാൻ എടുത്തില്ല. നമ്മൾ ഐ കനോട്ട്. അതായത് പക്ഷേ അന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ചെയ്തത് വാട്ട് ഈസ് LV എന്ന് ഞാൻ പഠിച്ചു, വാട്ട് ഈസ് ബ്രാൻഡിങ് എന്ന് പഠിച്ചു. അത് വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ആ ഓരോ ആൾക്കാർ ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഫ്രഷ് ടു ഹോമിൽ ഇനിയിപ്പോൾ പൈസ നോർമലി വാങ്ങുന്നതിന് കുറച്ച് കൂടുതലാണെങ്കിലും ഞാൻ അവിടെ കാണുന്നത് എന്താണെന്നറിയോ, ഇറ്റ് മേക്സ് സോ മച്ച് ഓഫ് ഈസി. ട്രസ്റ്റ് അവിടെ ഉണ്ട്, നമുക്ക് വിശ്വസിക്കാവുന്നൊരു ഇതാണ്. ഈ കോൺസെപ്റ്റ് ഫ്രം വേർ ഡിഡ് ഇറ്റ് കം ഫോർ യു? ഞാൻ കൊച്ചിയിലോട്ട് എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തായിരുന്നു. അപ്പോൾ ഞാൻ ബിസിനസ്സുകാർ ചെയ്യുന്നതും അവർ വളരുന്നതും അവരുടെ കഥയൊക്കെ ഇങ്ങനെ വായിക്കും. അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബൊന്നും ഇല്ല കാണാൻ. മാഗസിൻസ് പത്രങ്ങളിലൊക്കെ വന്നതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ വായനകളിൽ നിന്നാണ് ഈ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നത്. ഞാൻ എവിടെയോ വന്നിട്ട് ഏതോ കമ്പനിയുടെ ഏതോ പയ്യൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മുതുകത്ത് ആ കമ്പനിയുടെ പടം ലോഗോ അടിച്ചിട്ടൊരു ബൈക്കിലാ എന്തിനും അതോ കടയിലിരിക്കുക എന്തോ കന്നൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ചെയ്തത്. മനസ്സിലായി? അങ്ങനെ അത് എൻ്റെ ബ്രാൻഡിനെ നാട്ടുകാർ അറിയണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ല ഞാൻ അഡ്വൈസ് ചെയ്യണം, അതിനൊന്നും എൻ്റെ പൈസ ഇല്ല. ഇതൊക്കെ പിന്നെ നമുക്ക് എന്തായാലും അവന് ശമ്പളം കൊടുക്കുന്നുണ്ട്, അവനൊരു ബനിയൻ ഇടിച്ചാൽ പോരെ. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ബൈക്കിൽ വെക്കുന്ന ഇതുണ്ടല്ലോ, അതിനകത്ത് ഇത് ബോക്സിൽ ഇത്. പക്ഷെ അന്ന് എനിക്ക് പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റിയില്ല. അതിന് പകരം ഞാൻ ഈ കൊടുക്കുന്ന തെർമോക്കോൾ ബോക്സിൽ എൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. സീറ്റ് ഹോമിൻ്റെ സ്റ്റിക്കർ വലിച്ചൊട്ടിക്കും. അപ്പോൾ ഓരോ ബോക്സിലും സ്റ്റിക്കർ ഉണ്ടാവും. അങ്ങനെ ചെയ്യാവുന്നതൊക്കെ ഞാനന്ന് ചെയ്തിരുന്നു. ഇന്ന് പക്ഷേ ഈ ഫ്രഷ് ടു ഹോമിൻ്റെ അതൊന്നും അല്ലട്ടോ. ഫ്രഷ് ടു ഹോമിൻ്റെ ഞങ്ങളുടെ ടീമുണ്ട്, മാർക്കറ്റിങ്ങിന് വേറെ ടീമുണ്ട്, ബ്രാൻഡിങ്ങിന് വേറെ ടീമുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ടീമും ആൾക്കാരും പ്രൊഫഷൻ മാനേജ് ചെയ്തുകൊണ്ട് പോവാണ്. അതുകൊണ്ട് ഇപ്പോഴത്തത് എൻ്റെ കഴിവാണെന്നോ അല്ല എൻ്റെ മാത്രം ആലോചനയൊന്നുമല്ല, അത് ഞങ്ങളുടെ ടീമിൻ്റെ മൊത്തമായ ആലോചന. പക്ഷേ സീ ടു ഹോമിനെ ഈ പറയുന്നവരിലേക്ക് എത്തിച്ചത് എൻ്റെ മാത്രമുള്ള ചില ഐഡിയകളാണ്. ഈ ബനിയൻ ഇടണൊക്കെ ഞാൻ എവിടെയോ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടത് എൻ്റെ മനസ്സിലുണ്ട്. കടയ്ക്കകത്തിരിക്കണാണോ ബൈക്ക് എവിടെ ഇരിക്കണ ഒരു ഫോട്ടോ കണ്ട എൻ്റെ മനസ്സിലുണ്ട്. മുതുകത്താണ് അവൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെ തന്നെ തുടങ്ങി. അതിലെ അവിടെ കണ്ടൊരു കാര്യം, നമുക്കിപ്പോൾ എഡ്യൂക്കേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ്. ഐ തിങ്ക് മാത്യുജിയുടെ എല്ലാ ടോക്കിലും ഞാനത് പഠിച്ചു, ഞാനത് മനസ്സിലാക്കി, ഞാനത് ആ ഒബ്സർവേഷൻ സ്കിൽ അത് ഭയങ്കരമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോവാൻ അല്ലേ. ഞാനെപ്പോഴും കുട്ടികളോട് പറയും കോളേജിലേക്ക് പോകുമ്പോഴേ, ഇപ്പം എനിക്ക് മീൻ കച്ചവടം ചെയ്യാനും മീൻ പഠിക്കാനും ഒക്കെയാണ് താല്പര്യം. എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ. അപ്പം നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് എന്തിനാണോ താല്പര്യമെന്ന് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ പാഷൻ ഏതെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അല്ലാതെ ആരെങ്കിലും കാണിക്കുന്നതുകൊണ്ടോ ആരെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ബിസിനസ് മോഹമായതുകൊണ്ടും ബിസിനസ് പ്രാന്തായതുകൊണ്ടുമാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുകയും വായിക്കുകയും ചെയ്യും. എത്ര പഠിച്ചാലും എത്ര വായിച്ചാലും എനിക്ക് മടുക്കാത്തത് അതെനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടാണ്. അല്ലേ, എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ പക്ഷെ അത് നോക്കിയില്ലായിരുന്നു. അല്ലെങ്കിൽ അല്ലാതെ ഞാൻ അത്രയും ശ്രദ്ധിച്ച് അതിനെ ശ്രദ്ധിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പഠിക്കാതെ നമ്മളൊന്നിനും ഇറങ്ങാൻ പറ്റില്ല. അത് ഏത് മേഖല വേണമെന്ന് അവനവനെ തീരുമാനിക്കണം. പഠിക്കാതെ നമുക്കൊന്നിലും ഇറങ്ങാം. എല്ലാത്തിനെയും കുറിച്ചും പഠിക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഡിഗ്രിയോ അല്ലെ MBA ഒന്നും അല്ല പഠനം എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സുകാരനെ ധീരുഭായി അംബാനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം ഉണ്ടാക്കാമെങ്കിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം വേണ്ടെന്നല്ല കേട്ടോ. അത് ഇപ്പം ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഡ്രോപ്പ് ഔട്ടൊക്കെ വലിയ ഗ്ലോറിഫൈ ചെയ്യുന്ന കാലമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ പേഴ്സണലി അതിന് നേരെ എതിർക്കുന്നതല്ല. ഞങ്ങളിവിടെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മീറ്റിംഗ് ഞങ്ങൾ 3 കേരളത്തിലെ സ്റ്റാർട്ടപ്പുകാർ ഇരിപ്പുണ്ടായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്ത പുള്ളി ഞങ്ങളെ 3 പേരിലും കണ്ട ഒരു കാര്യം, ഞങ്ങൾ 3 പേരും ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതാണ്. അതിനെ പുള്ളി ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയത് കൊണ്ടല്ല.
മനസ്സിലായി. പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ്. പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഡ്രോപ്പ് ഔട്ട് ആയത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടല്ലേ. എൻ്റെ കഴിവില്ലായ്മ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് അല്ലേ. അത് എൻ്റെ കഴിവില്ലായ്മയെ ഞാൻ എന്തോ വലുതാക്കി ഗ്ലോറിഫൈ ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ്. എനിക്ക് ഇംഗ്ലീഷൊന്നും മാർക്ക് കിട്ടിയില്ലായിരുന്നു. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലാതെ പഠിക്കുന്ന കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് കുട്ടികൾ പക്ഷെ പഠിക്കണം. നിങ്ങൾ ഇന്ന് പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. പ്രത്യേകിച്ച് ഭാഷ, അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷും ഹിന്ദിയും നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാനേ പറ്റില്ല എന്തല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പഠിക്കാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പുറകിൽക്കായിരുന്നു. എല്ലാ സാഹചര്യമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഡിസ്ലെക്സിയ, റീഡിങ്ങിന് കുറച്ച് ഡിസബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായൊരു കുട്ടിയാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. പക്ഷേ ഒരു 10-18 വയസ്സൊക്കെ ആയപ്പോൾ ആൽക്കമിസ്റ്റ് എന്നൊരു ബുക്കൊക്കെ വായിച്ചപ്പോൾ, കൊയിലോ കൊയിലോയുടെ ബുക്കൊക്കെ വായിച്ചപ്പോൾ ഈ സ്വപ്നങ്ങളും അതിൻ്റെ റിയാലിറ്റിയൊക്കെ, പിന്നെയാണ് ഞാൻ മൈൻഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മൈൻഡ് സെറ്റിനെ കുറിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയത്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്തതിൽ സൈക്കോളജിനെ കുറിച്ചിട്ടും കൂടുതൽ വായിക്കാനും അല്ലെങ്കിൽ 23 വയസ്സിൽ ബുക്ക് എഴുതാനൊക്കെ ഉള്ള ധൈര്യം അവിടെ നിന്ന് കിട്ടിയത്. മാത്യു ജിയോട് സംസാരിക്കുമ്പോഴും യു ഹാവ് എ വെരി സ്ട്രോങ് മൈൻഡ് സെറ്റ്, അതായത് ഉള്ളിലൊരു ഉറച്ച കാര്യം എടുത്ത് അത് ചെയ്യും. ഈ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഇപ്പോൾ പറഞ്ഞു അൽക്കമിസ്റ്റ് എന്നെ കുറേ സ്വാധീനിച്ച പുസ്തകം. പൈലോ കൊയിലോയുടെ അൽക്കമിസ്റ്റ് ഒക്കെ എന്നെ വായിച്ചിട്ട് വീണ്ടും വായിക്കാൻ തോന്നുന്നതാണ്. അതെ അതെ അതെ. നിങ്ങൾ ഇത് ഒത്തിരി എല്ലാവരും പറയണതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യം ഉണ്ടായില്ല. നിങ്ങളുടെ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ അതിനായി പ്രപഞ്ചം ഒരുക്കിക്കൊണ്ടേയിരിക്കും. അല്ലേ? അരൂര് പോയിട്ടുണ്ടോ? അരൂരിൽ നിന്ന് വൈറ്റില വരെ ഒരു ബൈപ്പാസ് ഉണ്ട്. അത് എന്തിനാ തുടങ്ങിയെന്നറിയോ? എന്തിനാ തുടങ്ങിയത്? നിങ്ങൾ പറഞ്ഞ അവിടുത്തെ യാത്ര ഒന്നിനുമല്ല, എനിക്ക് വേണ്ടി തുടങ്ങിയതാ. കൊച്ചിയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങി അറിയോ? കൊച്ചിയുടെ ആകാശം തുടങ്ങാനൊന്നുമില്ല, എനിക്ക് വേണ്ടി തുടങ്ങിയതാണ്. അതിയായി നിങ്ങൾ ആഗ്രഹിച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് വൈറ്റില അരൂർ ബൈപ്പാസ് വന്നുകൊണ്ട് എനിക്ക് ആദ്യം മീനുകൾ കൊണ്ടുവന്ന് ഇവിടുത്തെ എക്സ്പോർട്ടിങ് കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാൻ എനിക്ക് സുരക്ഷിതമായി ചെയ്യാൻ പറ്റിയത്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങിയത് കൊണ്ടാണ് 2000 എനിക്ക് ഫ്രഷ് ഫിഷ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. മനസ്സിലായി? അതിനെ വേണമെങ്കിൽ ആൾക്ക് പറയാം അത് കൊച്ചിയുടെ ആകാശം തുറക്കാനാണ് ഇവന് വേണ്ടിയാണോ തുടങ്ങിയതുകൊണ്ട്. അല്ലെന്ന് എനിക്ക് വേണ്ടി തുടങ്ങിയതാണ്. അത്തരം ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പലതും തുറക്കും. ഒരു സംശയമില്ല. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരുന്ന പോഡ്കാസ്റ്റിൽ നിന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് വായന എന്നുള്ളത്. ഞാനിപ്പോഴത്തെ കുട്ടികളോട് എപ്പോഴും പറയും, നമ്മളിപ്പോൾ ഈ റീൽസും ഇങ്ങനെ വീഡിയോസും കണ്ട് വിടുന്ന പോലെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു വിസ്ഡം. വായന നമ്മളല്ലാത്തൊരു ലോകത്ത് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, പക്ഷേ അങ്ങനത്തെ ഒരു ലോകത്തേക്ക് നമ്മളത് കൂട്ടിക്കൊണ്ടുപോകും. അത് നമുക്ക് തരുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. ബെന്യാമിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിശബ്ദ സഞ്ചാരം. ഞാൻ എപ്പോഴും പറഞ്ഞ പുസ്തകം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിശബ്ദ സഞ്ചാരങ്ങൾ. അതിനകത്തൊരു വരികളുണ്ട്, നിങ്ങൾ ഈ ജീവിതത്തിൻ്റെ ഇരുള് പിടിച്ച വളവിലൂടെ നടന്നു പോയിക്കോളൂ, ഏതെങ്കിലും ഒരു വളവിൽ നിങ്ങൾക്കായി ഒരു മെഴുകുതിരി വെട്ടം കാത്തിരിപ്പുണ്ടാവും. മനസ്സിലായി? നമ്മൾ കുറേ വളവ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നു പോകും. പക്ഷെ ചിലർ അതിനും നമ്മളെയും കടന്ന് പിന്നെയും പോകും. അപ്പൊ അവനൊരു മെഴുകുതിരിവട്ടത്തിൽ എത്തും. അപ്പൊ ഈ ഇരുന്നവൻ എന്ത് പറയുന്നത്, അത് അവന്റെ ഭാഗ്യം എന്ന് പറയും. ഭാഗ്യം നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കട്ടിലേ വന്നിരിക്കുന്ന സാധനമല്ല. നമ്മളൊരു സാധനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വഴിയിൽ കിട്ടുന്ന നമ്മുടെ പോസിറ്റീവ് പോയിന്റുകളെയാണ് കണ്ടു നിൽക്കുന്നവൻ ഭാഗ്യം എന്ന് പറയുന്നത്. അത് ശരിയാണ്, അബ്സല്യൂട്ട്ലി. കാരണം ഞാൻ എൻ്റെ ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ MBA പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സഹല ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ 1 മാസം ഉണ്ടാക്കണ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് 1 മാസം ഞാൻ ഈ 1 ദിവസം കൊണ്ട് ഈ കാര്യം അപ്പുറത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു വർക്ക് അത് പലപ്പോഴും കാണാറില്ല നമ്മളത്. പക്ഷെ അത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു 2-3 മാസം അരൂരുള്ളൊരു കോപ്പറേറ്റ് ബാങ്കിൻ്റെ തിന്നാൻ ഞാൻ കിടന്നു തുടങ്ങിയിട്ടുണ്ട് രാത്രി. ഇപ്പം പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല അത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കിടക്കണം. മനസ്സിലായി? ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയോ ആരെയും കേൾക്കാൻ വേണ്ടി ആരും പറഞ്ഞിട്ടും അല്ല. ഞാൻ എൻ്റെ താല്പര്യവും എൻ്റെ ഇഷ്ടത്തിനും വേണ്ടി കിടക്കുക. അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 15 വർഷത്തോളം ഞാൻ 3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഞാൻ ആർക്ക് വേണ്ടിയോ എൻ്റെ ബിസിനസ്സും സാമ്പത്തികത്തിനും അപ്പുറത്തുള്ള എനിക്കൊരു മാനസിക തൃപ്തി തരുന്നൊരു സാധനം കൂടിയാണത്. അതിനുവേണ്ടി ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ എന്തിനു വേണ്ടി ചെയ്താലും നമ്മുടെ പാഷന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ ഇഷ്ടമില്ലാത്ത വേറെ ആരെങ്കിലും പറഞ്ഞിട്ടോ വേറെ ആരെങ്കിലും കാണിക്കുന്ന കണ്ടിട്ടോ നമ്മൾ പോവുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ നമുക്ക് തോന്നുന്നത്. മോന് ഇപ്പോൾ എന്താ ചെയ്യണേ? മോൻ സിംബയോസിൽ നിന്ന് MBA കഴിഞ്ഞു.
അവൻ ഫ്രഷ് ഹോമിലുണ്ടായിരുന്നു 2 വർഷം. കഴിഞ്ഞ് പുള്ളി പറഞ്ഞ് ചാച്ച എന്തായാലും ഫ്രഷ് ഹോമിടെ ഉണ്ടല്ലോ, ഞാൻ സ്വന്തമായിട്ട് കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരു സീ ഫുഡ് ഇൻഡസ്ട്രിയിൽ തുടങ്ങിയിട്ടുണ്ട് ആള്. അവന് സീ ഫുഡ് തന്നെയാണ്, എക്സ്പോർട്ടിങ്. സീ ഫുഡ് തന്നെ. പുള്ളിക്ക് മീൻ കച്ചവടം എന്നെ പോലെ തന്നെ ഇഷ്ടം. ഞാൻ അവനോട് പറഞ്ഞു, അവനോട് മോളോടും പറഞ്ഞു, ഞാൻ മീൻ കച്ചവടം ചെയ്തു വെച്ച് നിങ്ങൾ മീൻ കച്ചവടം ചെയ്യരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ മോൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവനെ കൊണ്ട് ആദ്യം MBBS-ൻ്റെയും പിന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റ് അറിയാൻ ഒരു കോഴ്സ് ഉണ്ട്, അതിനെ കൊണ്ടേ ആക്കി. CA-യുടെ ഒക്കെ ഇതെല്ലാം കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറ്റിയ പണിയേ അല്ലേ ചാച്ചാന്ന് പറഞ്ഞു. ഒടുവിൽ അവൻ ഒരു +2 കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഹാർബറിൽ കൊണ്ടുപോയി. എൻ്റെ കൂടെ വരാണ്ട് വരാൻ പറഞ്ഞു. ആദ്യം 1-2 പ്രാവശ്യം എൻ്റെ കൂടെ പോന്നു, പിന്നെ പുള്ളി തന്നെ അങ്ങോട്ട് പോയി. ഒരു ദിവസം ഞാൻ എവിടെയോ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ആളില്ല, വെളുപ്പിന് വന്നപ്പോൾ. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, അല്ല അവൻ കടപ്പുറത്താന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു 11 മണിയൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്താ എനിക്ക് പറ്റിയ പണി ഇതാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായത്. അങ്ങനെ അവനവന് ഇഷ്ടമുള്ള പരിപാടിക്ക് പോകാവുള്ളൂ. അല്ല എൻ്റെ അപ്പൻ ചെയ്തു, അമ്മ ചെയ്തു, അല്ലെ മറ്റുള്ളവർ ചെയ്തു, മറ്റുള്ളവർ കണ്ടു വിജയിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നൊരു ജോലിക്ക് നമ്മൾ പോകരുത്. നമ്മുടെ പാഷന് വേണ്ടി പോകണം. മാത്യുജിയുടെ ഏറ്റവും വലിയൊരു സന്തോഷം? ഞാൻ ഈ ഫോബ്സുകാരൻ വന്നെന്ന് പറഞ്ഞില്ലേ, ഫോബ്സുകാരൻ പോകാൻ നേരത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. ഞാനിങ്ങനെ കുറച്ചേരം അവനെ നോക്കി, എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു, ഇതാണ് ലോകത്തിൽ ആദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ കൂടി വിറ്റ സൈറ്റ്. ഈ സൈറ്റാണ് ലോകത്ത് ആദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അത് കേൾക്കുമ്പോൾ അതും പറയണാരാ, ഫോബ്സാ പറയണത്. പിന്നെ നമുക്കൊരു സംശയമില്ലല്ലോ. അത് കേട്ടപ്പോഴാണ് ഞാനിത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ഇത് ഇന്ത്യയിലും ലോകത്തിലേക്ക് ആദ്യത്തെ ആയല്ലോ എന്നൊരു ഒരു പ്രൗഡ് മൊമെന്റ് ഓഫ് പ്രൗഡ് എന്ന് പറയില്ല, അങ്ങനെ ഒരു. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് അനുഭവിച്ച എല്ലാ സ്ട്രഗിളും ആ ഒറ്റ മൊമെന്റിൽ കുറെ കഴിഞ്ഞു പോയി കാണും അല്ലേ? നിറം മാറിയില്ലേ? നത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് മനസ്സിലായി. മാത്യുജി ഇനി ഒരു ഫ്യൂച്ചറിൽ ഫ്രഷ് ടു ഹോം അല്ലെങ്കിൽ വാട്ട് വിൽ യു ബി ഡൂയിങ്? ഐ മീൻ ഫ്രഷ് ഫ്യൂച്ചറിലല്ല, ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദി അതർ സൈഡ്? ഏത് സൈഡായാലും മീനായിരിക്കും. മീൻ വിട്ടിട്ടൊരു പരിപാടിയില്ല ഞാനില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നതെല്ലാം കൈതപ്പുഴക്കായലിൻ്റെ തീരത്താണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് മുഴുവൻ മീൻ പിടിക്കാൻ പോകുന്നവരും മീൻ വിൽക്കാൻ പോകുന്നവരും, പിടിച്ചിട്ട് ചേട്ടന്മാർ വെളുപ്പിനെ വള്ളത്തെ വരും കായലിൽ, എന്നിട്ട് അത് ചരുവത്തിലും കൊട്ടയിലൊക്കെ വെച്ച് ചുമന്നുകൊണ്ട് പോകുന്ന ചേച്ചിമാരുടെ അടങ്ങുന്ന ഒരു സമൂഹമാണ് എൻ്റെ വീടിൻ്റെ തൊട്ടൊരു സൈഡിൽ. അപ്പോൾ അവരെ കണ്ടാണ് ഞാനൊക്കെ വളർന്നത്. അതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന ബിസിനസ്സും ഞാൻ കാണുന്ന കച്ചവടം അതാണ്. ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ആദ്യമായിട്ട് അറിഞ്ഞ അതാണ്. പിന്നെ ഞാൻ ജോലി കിട്ടിയതും എനിക്ക് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി തന്നെ ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ അതെല്ലാം കൂടി ആയിട്ട് സീ ഫുഡാണ് എൻ്റെത്, അതെനിക്ക് യാതൊരു സംശയമില്ല. അതിൻ്റെ പല വെർഷൻസ് വരാമായിരിക്കും. അത് ഞാൻ സീ ഫുഡ് കമ്പനികൾക്ക് സപ്ലയറായി, പിന്നെ ഞാൻ പച്ചമീൻ എക്സ്പോർട്ട് ചെയ്തു, പിന്നെ ഓൺലൈനിൽ മീൻ വിറ്റു, ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. പക്ഷെ അതെന്തായാലും മീനുമായി ബന്ധപ്പെട്ടതായിരിക്കും. പണ്ട് മുതലുള്ള ആ ഒരു ഇപ്പോൾ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഇപ്പോഴും കാണാറുണ്ട്. പിന്നെ നല്ല കളി എൻ്റെ ചേച്ചിമാരൊക്കെ എല്ലാം ഉണ്ട്. അല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളൊരു റേഞ്ചിന്റെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ പഴയ ആൾക്കാരായിട്ട്. സഹല എൻ്റെ നാട്ടിൽ ചെന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ കുറിച്ച് ചോദിച്ചാൽ ബാക്കി പറയും, അവർ പറയും. അതായത് ഞാനൊരു ദിവസം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ പോരുക. ഞാനിപ്പോഴും പറഞ്ഞു വിസ്താര ഫ്ലൈറ്റാണ്, ഇപ്പോൾ വിസ്താര എയർ ഇന്ത്യ അടുത്തല്ല, വിസ്താര ഫ്ലൈറ്റില്ല. വിസ്താര ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിലൊരു ലേഡി ഇരിപ്പുണ്ട്, ഇച്ചിരി പ്രായമുള്ള എന്നേക്കാൾ. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. എന്താ ഞാൻ കൊച്ചിയിലാണ്, ഡൽഹിയിൽ ബിസിനസ് ഉണ്ട്. എന്താണ് ബിസിനസ്? ഞാൻ ഫ്രഷ് ടു ഹോം എന്ന പേര്. അയ്യോ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മീനും അതൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് എവിടെ വീടെന്ന് ഞാൻ പള്ളിപ്പുറത്താന്ന്. ഞാൻ വൈക്കത്താന്ന്, അവർ വൈക്കത്താണ്. എന്നിട്ട് എടുത്ത വായിക്ക് ആ ചേച്ചി എന്നോട് ചോദിച്ച 2 ചേച്ചിമാരുടെ പേരാ. കല്യാണി അമ്മയെയും കമലാക്ഷി ചേച്ചിനെ അറിയുമെന്ന് ചോദിച്ചു. എൻ്റെ നാട്ടിൽ ഫേമസ് ആയ കുറേ ആൾക്കാരുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, സിനിമാ നിർമ്മാതാക്കളൊക്കെ ഉണ്ട്, വലിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ. ആരെയും ചോദിച്ചില്ല, കല്യാണ അമ്മയും കമലാക്ഷി ചേച്ചിയാണ് ചോദിച്ചത്. 36,000 അടി മുകളിൽ നിന്നുകൊണ്ട് അവർക്ക് എന്നെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ നാട്ടിലെ 2 ചേച്ചിമാർ, അവരാരാന്നറിയോ? ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ ദിവസവും ചരുവത്തിലല്ലേ കൊട്ടയിൽ മീൻ വെച്ചിട്ട് അവർ ഈ 2 ചേച്ചിമാരും ഇല്ലേ, എല്ലാ ദിവസവും ബോട്ട് കയറി വൈക്കത്ത് പോയാണ് മീൻ വിൽക്കുന്നത്. അതെനിക്കറിയാം, അവർ വൈക്കത്ത പോകണമെന്ന് എനിക്കറിയാം, അവർ വൈക്കത്ത് പോയാൽ. പക്ഷെ അവർ 2 പേരും മരിച്ചു പോയെന്നേരം. പക്ഷെ അവർക്ക് ഈ 2 ചേച്ചിമാരെ കുറിച്ചാണ് എന്നോട് ചോദിക്കാൻ തോന്നിയത്. മീൻസ് എനിക്ക് അന്ന് മനസ്സിലായി, നല്ല ആഹാരം ആര് കൊടുക്കുന്നോ അവൻ ആ മനസ്സിലിരിക്കുവാൻ.
ഇല്ലേ? അതെ അതെ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് അവർക്ക് എന്നോട് വേണം വേറെ ആരെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തി ചോദിക്കാൻ. അതെ 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 ആരെക്കുറിച്ച് ചോദിച്ചില്ല. അതെ. മാത്യുജിയുടെ ലൈഫിലുള്ള ഒരു മാസ്റ്റർ മൈൻഡ് മൊമെൻ്റ്, ഒരു മൊമെൻ്റ്, ഞാൻ മറക്കാത്തൊരു മൊമെൻ്റ്, ഒരു തീരുമാനമായിരിക്കാം, ഒരു മൊമെൻ്റ് ആയിരിക്കും. അത് ഞാൻ സ്വീറ്റ് ഹോം തുടങ്ങാനെടുത്ത തീരുമാനം. പിന്നെ എൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാനാണ് തീരുമാനം. അറേഞ്ച് മാരേജ് ആയിരുന്നോ? ആ, ഞങ്ങൾ വീട്ടുകാരിങ്ങനെ കല്യാണം ആലോചിച്ച് വന്നു. എൻ്റെ പെങ്ങളും വൈഫിൻ്റെ ചിറ്റപ്പൻ്റെ മോളും ഒന്നിച്ച് പഠിച്ചിരുന്നു. പിന്നെ എൻ്റെ അനുജനും വൈഫിൻ്റെ അനിയത്തി ഒന്നിച്ച് പഠിച്ചിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നു പറഞ്ഞാൽ അവർ ഞങ്ങളുടെ ചേച്ചിക്ക് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ വന്നതാണ്. ശരി ശരി. എനിക്ക് അതിൽ തോന്നിയിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴും മാത്യുജിയും വൈഫും കൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം ഭയങ്കര ക്ലോസ് ആണ്, അല്ലെങ്കിൽ യു റെസ്പെക്ട് യുവർ വൈഫ് ആസ് മച്ച് ആസ്. ഒരുപക്ഷെ എനിക്കൊന്നും അങ്ങനത്തെ ഒരു വേറൊരു സപ്പോർട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ. ഒരു സാമ്പത്തികമായി വലിയ സാധ്യതകളുള്ള ഒരു കുടുംബത്തിലെ പയ്യനായിരുന്നു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആകില്ലായിരിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കെട്ടിപ്പടുക്കണമെങ്കിൽ അല്ല എൻ്റെ സ്വപ്നത്തിലേക്ക് നടക്കണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ നിൽക്കേണ്ടത് അവർ തന്നെയാണ്. അപ്പോൾ അവർ കൂടെ നിന്നില്ല എനിക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആകാനേ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിപ്പോവും. അതിപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കും. അല്ല, ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു, എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അത് ഉറപ്പായിട്ടും അങ്ങനെയല്ല. നമുക്ക് ഒന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ടെൻഷനൊക്കെ പറഞ്ഞു വയ്ക്കാൻ ഒരു സ്ഥലം വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു പിന്നെ ഭയങ്കര ബോണ്ടാട്ടെ. എനിക്ക് തോന്നി ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഒന്നെങ്കിൽ നല്ല ബോണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല അടിയായിരിക്കും. പക്ഷെ മാത്യുജിയുടെ ജനറേഷനിൽ ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു വൈഫും അങ്ങനെയാണ് കൂടുതൽ കാണാറ്. അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സൈലന്റ് ആയിട്ട് കൂടെ അങ്ങനെ പോകും. ഇപ്പോൾ പണ്ടത്തെ ജനറേഷൻ ലേഡീസൊക്കെ സംസാരിക്കുമ്പോൾ എന്താ ചെയ്യാ ഞങ്ങളങ്ങനെ ആയിപ്പോയി എന്നും പറയും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ തലമുറ കൂടുതലും അങ്ങനെയായിരുന്നു. അത് കണ്ടു വളരുന്ന പെൺകുട്ടികളാണ് കൂടുതൽ കല്യാണം വേണ്ട എന്ന് പറയണ ഒരു. കല്യാണം കഴിച്ചാൽ പിന്നെ ഭർത്താവിന്റെ ഇഷ്ടത്തിനോട് സഞ്ചരിക്കുക എന്നതാണ് അല്ലേ. അതെ അതെ അതെ. ആ ഒരു വിധി എന്ന് പറയുന്ന ഒരു. ഇപ്പൊ സഹലെ ഒരാൾ കല്യാണം കഴിച്ചു. സകല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സകലയ്ക്ക് കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധങ്ങളുണ്ട് അല്ലേ. എത്രയോ കണക്ഷൻസ് ഉണ്ട്. അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് സകലയ്ക്ക് സന്തോഷം തരുന്നെങ്കിൽ അതിനെ അദ്ദേഹം അനുവദിക്കണമല്ലോ. അദ്ദേഹത്തിന് അതുപോലെ കൂട്ടുകാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അവരെ കൊണ്ടു നടക്കുന്നതും അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അദ്ദേഹത്തിന് താല്പര്യവും ഇഷ്ടവുമാണെങ്കിൽ അതിന് സകലയും കൂടെ നിൽക്കണ്ടേ. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ഒരാളെ സൃഷ്ടിച്ചതല്ല ദൈവം. ദൈവം ഓരോരുത്തരെയും ഓരോ വ്യക്തികളായിട്ടാണ് സൃഷ്ടിച്ചത്. അവരുടേതായ സാഹചര്യങ്ങളുണ്ട്. വൈഫിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് വൈഫിൻ്റെ കൂടെ BEd പഠിച്ചിരുന്ന 2 കൂട്ടുകാരികളെ കുറിച്ച് പറഞ്ഞു. അവൾക്ക് അന്ന് നമ്മൾ ഇന്നത്തെ പോലെ ഇന്ന് കുട്ടികൾ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് അറിയില്ല, മൊബൈലൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിച്ചു, കണക്ഷനേ പോയി. ആകെ വൈഫിന് അറിയാവുന്നത് അതിലൊരാൾ. പിന്നെ അന്ന് ഇടയ്ക്കൊക്കെ ഒരു ലെറ്റർ വിടുമായിരുന്നു, പിന്നെ അത് നിന്നുപോയി. ഒരാൾ ഏതോ ഒരു പഞ്ചായത്തിന്, അത് പഞ്ചായത്തിൻ്റെ പേരറിയായിരുന്നു. ആ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു ആ കൊച്ചി. ആ പഞ്ചായത്തിൻ്റെ പേരും എന്നോട് പറഞ്ഞു. പിന്നെ ഞാനൊരു മാസം കൊണ്ട് തപ്പി 2 കൈ കൊടുത്തു. മനസ്സിലായി. ഇപ്പൊ അവർ ഭയങ്കര സുഹൃത്തുക്കളാ. എപ്പോഴും അങ്ങോട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലും അവരിങ്ങോട്ടൊക്കെ വരും. അങ്ങനെ ഐ തിങ്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വീണാലും ഞാനുണ്ട്, ജയിക്കുമ്പോഴും ഞാനുണ്ട് എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ. അപ്പൊ അത് ആ കൂട്ടുകാരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവൾക്കൊരു സന്തോഷം കിട്ടുമെന്ന് എനിക്കറിയാലോ. അവൾ വരെ ഞെട്ടിപ്പോയി. നമ്പർ എടുത്ത് വിളിച്ചോന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരെ കിട്ടി. അപ്പൊ അവരുമായിട്ട് അതായത് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇവരൊരു കണക്ഷൻ വീണ്ടും. അവർ 3 വർഷം ഒന്നിച്ച് താമസിക്കുകയോ ചെയ്തവരല്ലേ. അപ്പൊ അവരെ വീണ്ടും കണക്ഷൻ ആകാൻ അവള് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അത് അവരുടെ ഒരു ആഗ്രഹമല്ലേ, അത് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. ദാറ്റ്സ് വണ്ടർഫുൾ. ആസ് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആന്ത്രപ്രണർ എന്ന് പറയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് യങ് ജനറേഷന് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്ന്നോ അല്ലെങ്കിൽ യുവർ തോട്ട്സ്. യങ് ജനറേഷൻ മനസ്സിലാക്കേണ്ടതേ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചാൻസ് ഉണ്ടല്ലോ, മുമ്പിലുള്ള അവസരങ്ങൾ, അത് ഒരു കാരണവശാലും എൻ്റെയൊന്നും തലമുറയുടെ മുമ്പിൽ ഉണ്ടായിരുന്നതല്ല. അതിൻ്റെ 10,000 മടങ്ങ് ചാൻസാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ചാൻസിനെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളിത് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ഈ മണ്ണിനെ, ഈ മാർക്കറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇനി വരുന്ന തലമുറയുടെ മുമ്പിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഈ വലിയ മാർക്കറ്റിനെ നമ്മൾ തന്നെ ഉപയോഗിക്കണം. ഞാൻ കെട്ടിയിരിക്കുന്ന ആപ്പിളിൻ്റെ വാച്ചാണ്. മനസ്സിലായി എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കിവിടെ ക്വാളിറ്റിയുള്ളൊരു വാച്ചില്ല.
ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയും വിദേശത്തു നിന്ന് വന്നതാണ്. ഞാനല്ല, എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടികളും വിദേശത്ത്, അപൂർവം കുല വണ്ടികൾ മാത്രമേ നമ്മുടെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ ഈ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടല്ലോ, ഈ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന 25 പേരെ നിങ്ങളെടുത്താൽ അതിൽ 5 പേര് ഇന്ത്യക്കാരായിരിക്കും, അതിൽ 1-2 പേര് മലയാളിയായിരിക്കും. അപ്പം നമ്മുടെ കുട്ടികൾ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ അവരെ ഉപയോഗിക്കാഞ്ഞിട്ടാണ്. ഇല്ലേ? നമ്മുടെ പഴയ തലമുറ ഉണ്ടാക്കി വെച്ച ചില സങ്കല്പങ്ങളുണ്ട്, അതിന് പുറത്തേക്ക് ആ വെയിൽ പൊട്ടിച്ച് പുറത്ത് ചാടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മൾ ആ വഴിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് മുന്നേ പൊട്ടിച്ചു പോയവരാണ് ലോകത്തിപ്പോൾ ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം USA പോയി ബോസ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്, ഭൂമിയുടെ അടിയിലാണ്. ഞാൻ നോക്കിയപ്പോൾ 1913 അവിടെ ഭൂമിക്കടി ഇത് ഓടി. അന്ന് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? നമ്മൾ പുലയൻ 30 അടി മാറി നടക്കൂ, ഈഴവൻ 20 അടി മാറി നടക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അടി അളന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനോട് ഭൂമിക്കടി ട്രെയിൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ചേഞ്ച് അവൻ എത്രയോ മുമ്പേ കൊണ്ടുവന്നത് കൊണ്ടാണ് അവൻ ലോകം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ മണ്ണിലും നമ്മുടെ രാജ്യത്തുമാണ് ഇനി ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മളതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് യുവാക്കളോട് ഇപ്പോഴത്തെ മിക്കവാറും കുട്ടികൾ പഠിപ്പ് കഴിയുമ്പോഴത്തേനും US പോകുന്നു, UK പോകുന്നു, ഓൾമോസ്റ്റ് സെറ്റിലിംഗ് ഡൗൺ അവിടെ മതിയെന്ന് തീരുമാനിക്കുന്ന മക്കളാണ്. ഒരുപാട് വീടുകളെല്ലാം അടച്ചിട്ടേക്കാണ്. അത് നമ്മളെ കുട്ടികളെ കുറ്റം പറയരുത്, അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ സങ്കല്പങ്ങളുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ആരാണോ അവൻ എന്തോ കൊള്ളിയില്ലാത്തവനായിട്ട് നമ്മൾ മാറ്റി നിർത്തും. ഇന്ന് സമൂഹത്തിൽ ലോകത്തിൽ നടക്കുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും പൈസ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. പക്ഷേ അത് കിട്ടിയാൽ അവൻ അവിടെ ജീവിക്കുന്നത് പോലെ ഇവിടെ ജീവിക്കാനാവില്ല. മനസ്സിലായി? നിങ്ങൾക്ക് വൈകുന്നേരം അവനൊരു ബിയർ കഴിക്കാൻ പോയാൽ നിങ്ങൾ എന്തൊക്കെ പറയും അവനെക്കുറിച്ച്? അവൻ വൈകുന്നേരം ആഴ്ചയിൽ ഒരു നൈറ്റ് ക്ലബ്ബിൽ പോയാൽ എന്തൊക്കെ പറയും നിങ്ങൾ അവരെ കുറിച്ച്? നിങ്ങളുടെ ഇവിടുന്ന് പോയിരിക്കുന്ന മക്കളാരും അവിടെ നൈറ്റ് ക്ലബ്ബിലും പോകുന്നില്ല, ബാറിലും പോകുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല, ഡാൻസ് ബാറിലും പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ സങ്കല്പമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. അവൻ്റെ ജീവിതത്തിൽ അവൻ നേടുന്ന ഓരോന്നിനും അവന് അതുപോലെ ലോകം കാണുന്ന എല്ലാ സൗകര്യത്തിലും എൻ്റെ നാട്ടിലും എനിക്ക് ജീവിക്കാം എന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായി ഇവിടെ നിൽക്കുമെന്നേ. ഞാൻ ഇന്നാളൊരു മാഗസിനിൽ കഴിഞ്ഞിടയ്ക്ക് ലേഖനം എഴുതി, എൻ്റെ ഹെഡിങ് തന്നെ ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് ഞാൻ കൊടുത്തത്. നമ്മുടെ നാട്ടിലെ ബ്രെയിനൊക്കെ ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നിനും ഇല്ലാത്ത, കഴിവുകളില്ലാത്ത കുറച്ച് ബ്രെയിൻ മാത്രമേ ഇവിടെ ഉണ്ടാവും. നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കളെ നോക്കാനുള്ള ഒരു മൊത്തത്തിലൊരു, പ്രത്യേകിച്ച് കേരളം മൊത്തത്തിലൊരു വൃദ്ധസദനമായി മാറാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അതിനു മുൻപ് നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നമ്മുടെ സർക്കാരും ഈ പോയ ബ്രെയിനെയൊക്കെ തിരിച്ചുകൂടെ കൊണ്ടുവരണം. അത് നമ്മുടെ നാടിന്റെ അസറ്റാക്കി മാറ്റാൻ, അത് ആ കുട്ടികളെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് ഓപ്പൺ ആവാനുണ്ട്. നമ്മൾ മൈൻഡ് സെറ്റ് മാറണം. നമ്മളിപ്പോഴും പഴയ സങ്കല്പത്തിലും പഴയ ലോകത്തും ജീവിച്ചും കുട്ടികളോടും നിങ്ങൾ അതുപോലെ ജീവിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതൊരിക്കലും ശരിയല്ലല്ലോ. ജഡ്ജ്മെന്റ് നമുക്ക് ഒരുപാട് കൂടുതലാണ്. പിന്നെ നമ്മുടെ മക്കൾ വെറുതെ തമാശ പറയല്ലേ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ എന്തോരം വഴക്കിടും നമ്മളില്ലേ? നമ്മുടെയൊക്കെ പ്രായം, ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് ഉപയോഗിക്കാനായിരുന്നു. നമ്മൾ ഈ മൊബൈൽ തൊടുപോലും ഇല്ലായിരുന്നു. എൻ്റെ പ്രായത്തിൽ മൊബൈൽ ഇല്ലായിരുന്നു എന്നത് ആ കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണ്, അത് എൻ്റെ കുഴപ്പമല്ലേ? കറക്റ്റ്. എൻ്റെ പ്രായത്തിൽ സ്കൂളിൽ പോകാൻ രാവിലെ ബസ്സും തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കാനും ബസ് ഇല്ലായിരുന്നു എന്നത് എൻ്റെ കുഴപ്പമല്ല, അല്ലാതെ മക്കളുടെ കുഴപ്പമാണോ? അവർക്കിപ്പം ബസ്സുണ്ട്, അവർ സ്കൂളിൽ പോകും, അവർക്ക് മൊബൈലുണ്ട്, അവർ പോകും. കുട്ടികളത് ചിന്തിക്കാനുള്ള ലെവലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലാവുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ നടന്നു പോയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ മോളോട് ഇങ്ങനെ എന്തോ ഒരു കാര്യം ഞാനൊക്കെ പണ്ട് പറഞ്ഞപ്പോൾ അത് മമ്മാക്ക് അത് ഇല്ലാത്തോണ്ടല്ലേ സംഭവം. കുട്ടികൾ പറഞ്ഞാലേ ശരി. നിങ്ങളുടെ കാലത്ത് ആഹാരം കഴിക്കാൻ ആഹാരവും ഇല്ലായിരുന്നു, കാറൊക്കെ കയറി പോകാൻ കാറും ഇല്ലായിരുന്നു, മൊബൈൽ വിളിക്കാൻ മൊബൈലും ഇല്ലായിരുന്നു. ഞങ്ങളെന്ത് കഴിച്ചു? അതാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഞാനവരുടെ കൂട്ടത്തിലാണ്. കുട്ടികളുടെ ബ്രെയിനെ കുറിച്ചും കുട്ടികളുടെ കഴിവിനെ കുറിച്ചും പറഞ്ഞാൽ ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ എന്നേക്കാൾ എൻ്റെ അത്രയും പോരാ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാ മാതാപിതാക്കളുടെ കുഴപ്പമാണ്. ഞാൻ കടലിൽ കിടന്ന മീനെയാണ് എടുത്ത് ഓൺലൈനിൽ കൂടി വിറ്റതെങ്കിൽ ആകാശത്ത് നിന്ന് മീനുണ്ടാക്കി വിൽക്കുന്ന പിള്ളേരുണ്ട്, ഒരു സംശയമില്ലേ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെയിനുകളെ ഡ്രെയിൻ ചെയ്ത് പോകാൻ അനുവദിക്കാതെ അവരിവിടെ നിർത്തി ഈ നാടിൻ്റെ നാളേക്കുള്ള വളർച്ചയിൽ അല്ലെ നാളേക്കുള്ള വികാസത്തിന് അവരെ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പം അത് പോണ കുട്ടികളെ കുറ്റം പറ്റുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ? ഫ്രീഡത്തിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഫ്രീഡം ഒക്കെ പണ്ടത്തെ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ പൊളിച്ചെഴുതണമെന്ന്, ഇതൊന്നും അല്ലെന്ന് ഫ്രീഡം.
നമ്മൾ പറയുന്നതും നമ്മൾ വിചാരിക്കുന്നതും മാത്രമാണ് ഫ്രീഡം കൊടുത്തു എന്നൊക്കെയാണല്ലോ നമ്മൾ ചുറ്റുമുള്ള പണ്ട് പറയാം. ഫ്രീഡം കൊടുത്ത് പിള്ളേരെ വളർത്തുന്നേ, എന്താണ് കുഴപ്പം? ആ ഫ്രീഡം കൊടുക്കുക. അവൻ കോളേജിൽ പോകുമ്പോൾ ഒരു പെണ്ണിനോട് ആണിനോട് ഐ ലവ് യു പറയുന്നെങ്കിൽ അവനത് പറയട്ടെ, പക്ഷേ ഒരു ഫ്രീഡം കൂടി വേണം. അവനത് കേട്ടവന് തിരിച്ച് നമ്മുടെ വീട്ടിലൊന്ന് പറയാനുള്ള ഫ്രീഡം കൂടി കൊടുക്കണം. അത് നമ്മുടെ മാതാപിതാക്കൾ ഇല്ലാത്ത. ഇപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കാളും വലിയ ആളൊന്നും അല്ലട്ടോ, ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്. തിരിച്ച് ആ കേട്ടവൻ തിരിച്ചു വന്ന അമ്മേ എന്നോട് ഇന്ന് ഇന്നയാൾ ഐ ലവ് യു പറഞ്ഞു എന്ന് മകൾക്ക് എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിലുണ്ടാവണം. അല്ലാതെ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഇപ്പം ഐ ലവ് യു പറയുന്നതല്ലേ. ഇപ്പം നമ്മുടെ നോക്കിയിട്ടില്ല, നമ്മുടെ എന്തോരം കുട്ടികൾ മയക്കുമരുന്നിന് കടിമപ്പെട്ടു പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ കേൾക്കാൻ നമുക്ക് സമയമില്ലെന്നേ. അത് വളരെ ശരിയാണ്. നമ്മളെ വീട്ടിൽ അവരെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടൊരു സംശയം ചോദിക്കില്ല. നമ്മളെ കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കാത്തതുകൊണ്ട് അവരെ കേൾക്കാൻ ചുറ്റും ആൾക്കാർ ഇരിപ്പുണ്ട്. ആ ആൾക്കാർ അവർക്ക് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല കേൾക്കുന്നത്, അവരുടെ ആവശ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ ആരാണോ എന്നെ കേൾക്കുന്നത് അവനോട് തുറന്നു പറയാനും അവൻ പറയുന്നത് കേൾക്കാനുമാണ് എനിക്കിഷ്ടമെന്നേ. അത് എല്ലാ മനുഷ്യരും അങ്ങനെ അല്ലേ? ഈ ജനറേഷണൽ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു കാര്യം ഞാൻ എവിടെയോ വായിച്ചു. ജനറേഷണൽ ഗ്യാപ്പ് കുറയാനുള്ള ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ള വഴി മാത്യുജി പറഞ്ഞ പോലെ അവരെ മനസ്സിലാക്കുക, അവരുടെ അടുത്തുനിന്ന് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ മിക്കവാറും നമ്മൾ ചെയ്യണത്, ഞാൻ പഠിച്ചത് ഇങ്ങനെയൊക്കെയാണ്, എന്നെ പോലെ ആയാൽ മതി നിങ്ങളെന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും നമ്മളിലെ കുട്ടികളിൽ നിന്ന് പഠിക്കാൻ നോക്കണം. നമ്മൾ 35 വർഷം പഠിച്ചതിനേക്കാളും കൂടുതൽ അവർ 5 വർഷം കൊണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അവരെ നമ്മൾ കേൾക്കുന്നേ. അധ്യാപകരുണ്ട്. ഞാൻ ചില കോളേജിൽ പോയിട്ട് അധ്യാപകരോടൊക്കെ പറയും, ഈ ലോകം മാറിയൊന്നും അറിയുന്നേ ഇല്ല അവർ. മനസ്സിലായി? ഈ ലോകത്തൊരു മാറ്റം അവർ ഉൾക്കൊള്ളുന്നില്ല. അവരിപ്പോഴും പഴയ പോലെ 100-ൽ 100 മാർക്കും മേടിച്ച് ഏതെങ്കിലും എൻട്രൻസ് എഴുതി പരീക്ഷ എഴുതി എവിടെ ജോലി മേടിച്ചാൽ അതിനാണ് നീ പഠിക്കുന്നത് എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അവരുടെ കാലം മാറിയെന്നും അവരുടെ നിറം മാറിയെന്നും കുട്ടികൾ എന്നേക്കാൾ വലിയവരാണെന്നൊരു ബോധ്യം ഇവർക്ക് വേണ്ടേ? ലോകത്ത് നടക്കുന്ന അറിയാതെ കുട്ടികളെ പഴയ ഞാൻ പഠിച്ചത് എന്തിനാണോ അതിനാണ് നീയും പഠിക്കുന്നത് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് എന്നാ കാര്യം? ഇന്ന് കബഡി കളിച്ചാലും ഫുട്ബോൾ കളിച്ചാലും ബാറ്റ് കളിച്ചാലും എന്തിന് ഈ പോഡ്കാസ്റ്റ് നടത്തിയാലും ജീവിക്കാന്ന് ഇല്ലേ? ഒന്നും ചെയ്യാതെ മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തി എത്രയോ ആൾക്കാർ ജീവിക്കുന്നു. എത്രയോ അവർ നല്ല കാര്യം ചെയ്യുന്നു. അവരുടെ കഴിവതാന്നേ. അവരത് വെച്ചിട്ട് എത്രയോ ആൾക്കാരെ, എത്രയോ സ്റ്റാഫുകളെ നിർത്തി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ അല്ല, ഞാൻ ബേസിക്കലി മോട്ടിവേഷൻ സ്പീക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. അതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില ആൾക്കാർ പറയും മോട്ടിവേഷൻ സ്പീച്ചൊന്നും കേട്ടത് കൊണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ക്യാൻഡിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു തീ കത്തിച്ചു തരാൻ പറ്റും. ഇത് കെടാതെ സൂക്ഷിക്കേണ്ടത് എപ്പോഴും അപ്പുറത്തെ ആളുടെ ഉത്തരവാദിത്തമാണ്. ഒരു സ്പീച്ച് കേട്ടൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ മോട്ടിവേഷൻ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ PT ഉഷയെ ഓടിക്കുന്നതിന് പകരം നമ്പ്യാർ ഓടിയ പോരായിരുന്നു. നമ്പ്യാർ സാറുടെ ഗുണം തന്നെ, നമ്പ്യാർ സാറിന് അറിയാവുന്നത് ഓടുന്നവന് വേണ്ടത് പറഞ്ഞു കൊടുക്കാനും അവനെ തിരുത്താനുള്ള കഴിവാണ് നമ്പ്യാർ സാർ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് അതേപടി നടപ്പാക്കാൻ PT ഉഷയിലൂടെ അദ്ദേഹത്തിനായി. അതുകൊണ്ടാണ് PT ഉഷ ഓടിയത്. അദ്ദേഹം PT ഉഷയോട് മാത്രമല്ല പലരോടും പറഞ്ഞാണ്. അങ്ങനെയാണ് പിന്നെ PT ഉഷയോട് എന്തിനാ അവർ പറഞ്ഞു കൊടുക്കണത്? അവർക്ക് നമ്പ്യാറിന് ഓടിയാൽ പോരെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഇല്ലേ? മെസ്സിക്ക് ഉണ്ടെന്ന് കോച്ച്. അല്ല, അത് തന്നെ, നമുക്ക് വേർഡ്സ് ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ മാറണമെന്ന് അപ്പുറത്തെ ആള് വിചാരിക്കണം. ഞാൻ തല കുത്തനെ വിചാരിച്ച ആരെങ്കിലും മോട്ടിവേഷൻ പറയണ ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ല, അതെപ്പോഴും അങ്ങനെയാണ്. നമ്മളെപ്പോഴും ഒരാൾ നന്നാവാൻ വിചാരിച്ചാൽ അയാൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഞാൻ നന്നാവൂലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ തല കുത്തനെ ഇരുന്ന് പണിയെടുത്താലും നമുക്കതിലൊന്നും. ഇപ്പം ഞാനിത് പറയുമ്പോഴേ, ഞാൻ ഇപ്പോൾ അല്ലെ സഹൽ പറയുമ്പോൾ സഹലക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ലായിരിക്കാം, പക്ഷെ സഹലക്ക് ഇത് പറയാൻ കഴിയും. പക്ഷെ ബിസിനസ് ചെയ്യുന്ന പലർക്കും ഇത് പറയാൻ കഴിയുന്നില്ല ഇല്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് പൂരകങ്ങൾ രണ്ടും വേണം. ആ രണ്ടും വേണ്ടെടുത്താണ് ഇത്തരം മോട്ടിവേഷൻ സ്പീക്കിങ്ങിനൊക്കെ വിലയുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് മോശവും ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഇതൊക്കെ എന്റെ പോളിസി ആയിട്ടാ, അത് ശരിയാണോന്നില്ല, ഞാൻ എന്റെ പോളിസി. നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരിക. അപ്പുറത്തെ ആൾക്കാർ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരു ബിസിനസ് പഠിച്ച ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്നൊരു ബേസിക്കലി ഇത് ശരിയല്ല എന്ന് വേണമെങ്കിൽ തോന്നാം. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്. ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ പഠിച്ചതും ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും ഇനി ചെയ്യരുതെന്ന് പറയുന്നതുമായ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന് ബിസിനസിൻ്റെ ബേസിക് തത്വങ്ങളോ MBA വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും രസം MBA കഴിഞ്ഞ ആൾക്കാരായിരിക്കും കൂടുതൽ സാറിൻ്റെ താഴെ വർക്ക് ചെയ്യുന്നുണ്ടാവുന്ന ആൾക്കാർ. ഞാൻ MBA പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിസിനസ് ചെയ്യാൻ അവിടെ പഠിപ്പിക്കുന്നില്ല. ബിസിനസ് ചെയ്യുന്നത് എങ്ങനെ കൊണ്ടു നടക്കാന്നുള്ളതാണ് അവിടെ കൂടുതൽ
പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ പഠനമൊക്കെ അത് കഴിഞ്ഞ് ഇനി സമയം പോകും നിങ്ങൾ. കഴിഞ്ഞ 8 വർഷമായിട്ട് സിലബസ് മാറാത്ത MBA സിലബസ് ഉണ്ട് യൂണിവേഴ്സിറ്റി. മനസ്സിലായി എന്ത് പഠിച്ചിട്ട് പിള്ളേരെ അല്ല, അത് അപ്ഡേറ്റ് ആവണം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അവിടെ അക്കാഡമിക്സ് അല്ലാതെ ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല, റിസ്ക് എടുക്കുന്നതിനെ കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല, തോൽക്കുന്നതിനെ കുറിച്ചിട്ട് ബേസിക് സാധനമാണ്. അതായത് ഒരു തോൽവി വന്നാൽ എങ്ങനെ നേരിടേണ്ടതെന്ന് അറിയില്ല. ജയിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ തോൽവികളാണ് എന്നെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ SLC തോക്കുമ്പോൾ ആത്മഹത്യയുടെ കുട്ടികളില്ലേ, അമ്മ വഴക്കിടുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ കുട്ടികളുണ്ട്, അപ്പം വഴക്കിട്ടാൽ നാട് വിട്ടുപോണ മക്കളുണ്ട്. അതൊക്കെ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രീതികളിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടിമുടി പൊളിച്ച് ഇതിൻ്റെ സമയം കഴിഞ്ഞ് ഇനിയും അത് അതിക്രമിച്ചു പോയി. എന്നിട്ടും നമ്മൾ പഴയ കുറച്ചൊക്കെ ചില മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ പഠിക്കുന്നതേ ജോലി മേടിക്കാനാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഈ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ വന്നപ്പോഴാണ്, IEDCയും അതൊക്കെ വന്നപ്പോഴാണ് കോളേജിലൊക്കെ വന്ന് പഠിക്കുന്നത് തൊഴിലുണ്ടാക്കാനും തൊഴിലിടങ്ങൾ ഉണ്ടാക്കാനാണെന്നൊക്കെ ഒരു ധാരണയെങ്കിലും ചെറുതായിട്ട് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ് മിത്താണോ നെസസിറ്റി ആണോ? നെസസിറ്റി, ഒരു റിക്വയർമെന്റ് ആയിട്ട്. പിന്നെ ഉറപ്പല്ലേ. ഡിഡ് യു എവർ റിഗ്രറ്റ് സ്റ്റാർട്ടിങ് ദിസ് കമ്പനി? നെവർ. ഈവൻ ദ ഫെയിലിയർ വന്ന പോയിന്റുകളിൽ. What is a failure that you actually proud of now? When it is happened City Home 2014, that failure is, I think it was good. Okay. The hardest part of building a business in India, infrastructure ആണോ mindset ആണോ? So first one is mindset. Scaling to 1,000 cities or a perfect supply chain in 10 cities? In 10 cities. Being the first to market or being the best in the market? Being the first is the best one, but you want to keep that first will be the best. Okay. അപ്പോൾ സർ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ. സാർ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ്, എൻ്റെ ഒരു പുസ്തകം ഹാപ്പി ലിസ്റ്റ്, എപ്പോഴെങ്കിലും ഹാപ്പിനെസ് കുറച്ച് കുറയുകയാണെങ്കിൽ വായിക്കാനായിട്ട്. താങ്ക് യു സൈല. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ടു ഹാവ് യു ഹിയർ. ഒരു എന്താ പറയുക, വണ്ടർഫുൾ കോൺവെർസേഷൻ ആയിരുന്നു. വെരി സിമ്പിൾ, ഡൗൺ ടു എർത്ത് പേഴ്സൺ. സഹലാക്ക് ബോറടിച്ചില്ലല്ലോ? ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.